ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ചകൾ നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കേൾക്കുന്നത്. അപ്പൊ ഇന്ന് മൈൻഡ് പവർ എന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വളരെ നൂതനമായിട്ടുള്ള ഒരു മൈൻഡ് പവർ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് ബിനോയ് ജോൺ സാറാണ്. സാർ ഒരു ഇന്റർനാഷണൽ ബേസ്ഡ് ട്രെയിനറാണ്. പ്രത്യേകിച്ച് NLP, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള പല ഏരിയകളിൽ പഠനങ്ങൾ നടത്തി 10-22 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് കൃത്യമായി ട്രെയിനേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തികച്ചും അഭിമാനത്തോടെ നമുക്ക് സ്വീകരിക്കാം. എറണാകുളം സ്വദേശിയാണ്, പറവൂരാണ് യഥാർത്ഥത്തിലുള്ള വീട്. പ്രധാനമായിട്ടും മാനിഫെസ്റ്റേഷൻ ട്രെയിനിങ്ങുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നു. പ്രത്യേകിച്ച് വെൽത്ത് മാസ്റ്ററി, അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. NLP ആൻഡ് EFT ട്രെയിനിങ്, അതുപോലെ എനർജി ഹീലിംഗ്, ചക്ര ഹീലിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ, സെൽഫ് മാസ്റ്ററി, യോഗ, മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ്, അങ്ങനെ പല മേഖലകളിൽ കൃത്യമായി ട്രെയിനിങ്ങൾ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബിനോയ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ബിനോയ് സാർ, യു ആർ വെൽക്കം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോടെ സ്റ്റാർട്ട് ചെയ്തു. Thank you so much, Sabu sir, and all the others sitting over here. Okay. സാർ ഓൾറെഡി ഒരു പരിചയപ്പെടുത്തൽ നടത്തി കഴിഞ്ഞു. ഇനി ഞാനൊരു അധിക പ്രസംഗത്തിന് നിൽക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ ഒരു 24 വർഷമായിട്ട് മൈൻഡ്, ബ്രെയിൻ, അതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയോട് കൂടി പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് EFT, NLP, പ്രാണിക് ഹീലിംഗ്, റേക്കി, അതുപോലെയുള്ള മനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടത്താനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് വേണം പറയാൻ. ഒരു സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ മാസ്റ്റർ കൂടിയാണ് ഞാൻ. എൻ്റെ 24ാമത്തെ വയസ്സിൽ വേദാദ്രി മഹർഷിയുടെ രീതിയായിട്ടുള്ള സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന ആ ഒരു സബ്ജക്റ്റിൽ പഠനം ആരംഭിച്ചതാണ്. അപ്പം ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. വേദാദ്രി മഹർഷി അതിൽ ബ്രെയിൻ ഫ്രീക്വൻസിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് തന്നെ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ ഞാൻ 2006 കണ്ടു. അപ്പോൾ 2005 ആദ്യമായിട്ട് വേദാദ്രി മഹർഷിയുടെ പുസ്തകങ്ങളിലൂടെ ഈ ബ്രെയിൻ ഫ്രീക്വൻസിയെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ കൗതുകം ഉണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു റിസർച്ച് നടത്തണമെന്ന ഒരു മെൻറ്റാലിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. പിന്നീട് 2006 ആദ്യമായിട്ട് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ കണ്ടത്. അതെൻ്റെ ഒരു സുഹൃത്താണ് എന്നെ പരിചയപ്പെടുത്തിയത്. അന്ന് മുതൽ എനിക്കൊരു ആവേശമായിരുന്നു ഇത് പഠിക്കണമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറായി മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിൽ കിടന്നിരുന്നു. ആ ആഗ്രഹമാണ് 2022 സഫലീകരിച്ചത്. ഞാനൊരു സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് പഠിപ്പിക്കാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളാണ് ഇതൊക്കെ പഠിക്കാൻ പ്രേരിപ്പിച്ചത് കേട്ടോ. ഞാനൊരു യാഥാസ്ഥിത ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. സാബു സാറിന് എന്നെ പേഴ്സണലായിട്ട് അറിയാം. എൻ്റെ കസിൻ്റെ ഒക്കെ ഒരു ബന്ധു കൂടിയാണ് സാബു സാർ എന്ന് എനിക്കറിയാം. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിലുപരി ഞങ്ങൾ പരിചയപ്പെടുന്നത് ഓൺലൈനിലൂടെ കോവിഡ് കാലഘട്ടത്തിലുള്ള ഇതുപോലുള്ള ട്രെയിനിങ് രംഗത്തുള്ള പലരുടെയും ഇതുപോലുള്ള അവതരണങ്ങളിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവും കൂടിയാണ്. എന്തായാലും സന്തോഷം സാബു സാർ, എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ വളരെ രസകരമായ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. വളരെ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ കാലത്ത് ഒരു 5-നും 5:30 ഇടയ്ക്ക് ഒരു സ്വപ്നം കാണാനിട വന്നു. ആ സ്വപ്നം കണ്ടത് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഞാൻ വളരെയധികം ചിന്തിച്ചു. കാലത്തെ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിൽ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക എന്നൊക്കെ ഉള്ളൊരു ആവേശത്തോടു കൂടി നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദാറ്റ് വാസ് ഓൺ എ സാറ്റർഡേ. ഒരു സാറ്റർഡേ ആയിരുന്നു, ശനിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ അപ്പൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഡാഡിയുടെ ഫാദറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ശനിയാഴ്ച ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സോണി TV ഉണ്ടായിരുന്നു. ഫാദർ ഗൾഫിലായിരുന്നുകൊണ്ട് ഒരു പെട്ടി TV ഉണ്ടായിരുന്നു, അന്ന് 7 ചാനലുള്ള. അപ്പോൾ ആ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മഞ്ചേരി ജോഷിയുടെയും റീനി സൈമണിൻ്റെയും ഒക്കെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കാലത്ത് ഞാൻ സ്വപ്നം കണ്ടു. വൈകിട്ട് ഫാദർ, എൻ്റെ ഡാഡി ചെന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ നേരത്ത് എന്നെ വിളിക്കുകയാണ്. ഞാൻ വിളിച്ച ഉടനെ ഓടിച്ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ കാലത്ത് കണ്ട അതേ രംഗമാണ്. അദ്ദേഹം വലത്തോട്ട് ചെരിഞ്ഞ് കൈ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്ന ഒരു രംഗമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ കാലത്ത് കണ്ടു ഈ സ്വപ്നം, അന്ന് വൈകിട്ട് 8:30 ഇത് സംഭവിക്കുകയാണ്. 8:40 ഫാദർ എന്നോട് പറഞ്ഞു, ഏട്ടാ അപ്പനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ നിന്നില്ല. കാരണം ഈ ഷോക്ക് എനിക്ക് കാലത്ത് കിട്ടിയതാണ്. എൻ്റെ മദറിനോട് ഞാനത് ഷെയർ ചെയ്തിരുന്നു കാലത്തെ തന്നെ. ഇപ്പൊ ഞാൻ കാലത്തൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് പണ്ട് കോംപ്ലാൻ ബോയ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കോംപ്ലാൻ്റെ ഒരു മഗ് തരും. ആ മഗ്ഗിൽ ഒരു കോംപ്ലാൻ, കാരണം ഞാൻ പാല് നേരെ കുടിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഛർദി വരും. അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്ലാനൊക്കെ കലക്കി കാലത്തെ തരും എൻ്റെ മദർ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ആ കോംപ്ലാനൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനിത് ഷെയർ ചെയ്തു. എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ പറഞ്ഞു, എടാ 2 ആഴ്ചയായിട്ട് അപ്പന് ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിന്റെ തോന്നലാണ്, സ്വപ്നം അത് നിന്റെ മനസ്സിൽ കിടക്കുന്ന തോന്നലുകൊണ്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെ സംഭവിക്കുകയാണ്. അന്ന് രാത്രി 8:30 അത് സംഭവിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുവുണ്ട്, മദറിന്റെ കൊച്ചപ്പന്റെ മകൻ എന്ന് പറയും ഞങ്ങൾ. അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് എന്നാണ്, ഡോക്ടർ ജേക്കബ്. ഹി കെയിം. പണ്ടത്തെ ആ ഒരു നീല കൈനറ്റിക് ഹോണ്ട സ്കൂട്ടറുമായിട്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് പാർക്ക് ചെയ്തു. അദ്ദേഹം വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഹീസ് നോ മോർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്നെ കൊണ്ട് പലതവണ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ, അതായത് ചേട്ടൻ്റെ സൈക്കിള്, ഒരു BSA ഡീലക്സ് സൈക്കിള് പഞ്ചറായിട്ടിരിക്കുന്ന സ്വപ്നം കാണുന്നു. അപ്പോൾ കാലത്ത് സൈക്കിൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് സ്റ്റാൻഡ് തട്ടി വയ്ക്കുമ്പോൾ ഇത് പഞ്ചറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കാലത്തെ കണ്ടു, വെളുപ്പിനെ കണ്ട സ്വപ്നം നടക്കുകയാണ്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. ചില കൂട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മംഗലാപുരത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് അവസാനത്തെ പരീക്ഷ എഴുതി പോരാൻ നിൽക്കുന്ന സമയത്ത് ഒരാളോട് ഞാൻ പറഞ്ഞു, എടാ നീ വെള്ളത്തിൽ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വെറുതെ അവനുമായിട്ട് ജസ്റ്റ് ഷേക്ക് ഹാൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇൻറ്റ്യൂഷൻ വരികയാണ്. അത് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, അത് മാർച്ചിലാണ് സംഭവിച്ചത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ മനോരമയിലെ മധ്യത്തിലുള്ള പേജിൽ ഞാൻ വായിക്കുകയാണ്, മംഗലാപുരത്ത് പഠിക്കാൻ പോയ BE എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കുതിരമുക്ക് ഡാമിനടുത്തുള്ള തടാകത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. അതിൽ ഇത് ഒരുത്തനുണ്ടായിരുന്നു, മാത്യു. ഹി വാസ് ഫ്രം എടപ്പള്ളി. അവനോടാണ് ഞാനത് പറഞ്ഞിരുന്നത്. അതിൽ രണ്ടാമത്തെ വ്യക്തി ടെനി എന്ന് പറയുന്ന വ്യക്തി എന്നെ അന്ന് കാർക്കല ബസ് സ്റ്റാൻഡ് വരെ അവൻ്റെ RX 100 വണ്ടിയിൽ, യമഹ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയാക്കിയ ആളാണ്, ബൈക്കിൽ. മൂന്നാമത്തെ വ്യക്തിയും എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. നാലാമത്തെ വ്യക്തിയാണ് ഇതെല്ലാം എന്നോട് വിശദീകരിക്കുന്നത്. രാജേഷ് എന്നാണ് അവൻ്റെ പേര്. രാകേഷ്. അവൻ ഇവരുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. അവൻ നീന്തി അപ്പുറത്ത് കടന്നു. ബാക്കി 3 പേരും അതിനുള്ളിൽ പോയിരുന്നു. അപ്പൊ ഈ പോയ ആളുകൾ, ഒരാൾ ഈ മാത്യു എടപ്പള്ളിക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എറണാകുളത്തുകാരനാണ്. അവനായിരുന്നു അതിലൊന്ന്. അപ്പോൾ ഹൗ ഇറ്റ് ഹാപ്പൻഡ്? ഇതെന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. പല കാര്യങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നത് സംഭവിക്കുന്നു, കാണുന്ന സ്വപ്നങ്ങൾ നടക്കുന്നു, ഇൻഡ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇത്തരം അനുഭവങ്ങളാണ് എന്നെ മനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള പ്രേരണ നൽകിയത്, ടു ബി വെരി ഫ്രാങ്ക്. അതല്ലെങ്കിൽ ഒരു പക്ഷേ യാഥാസ്ഥികമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. കൂടുതലൊന്നും പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നില്ല എൻ്റെ ഫാദർ, ടു ബി വെരി ഫ്രാങ്ക്. ബട്ട് എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ പലതും പഠിക്കാൻ ശ്രമിച്ചത്. കാരണം ദർ ഈസ് സംതിങ് ബിയോണ്ട് എവറിത്തിങ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനിട വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഓരോന്നായിട്ട് നടത്തിയപ്പോഴാണ് സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ, സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്, അങ്ങനെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് പലതും അനേകം ട്രെയിനേഴ്സിൽ നിന്ന്, ഡോക്ടർ ജോ ഡിസ്പെൻസെ പോലുള്ള ആൾക്കാർ, ദ ലേറ്റസ്റ്റ്, അവരൊക്കെ അവസാനം സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങളുണ്ടെന്നും ഊർജ്ജ ചക്രങ്ങളെന്ന് പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ റിയാലിറ്റി ആണെന്നും ഇന്നിപ്പോൾ സയൻസ് തെളിയിച്ചു കഴിഞ്ഞു. അവർ ചക്രങ്ങൾ എന്ന് പറയുന്നതിന് പകരം എനർജി ചക്രാസ് എന്ന് പറയാതെ എനർജി സെന്റേഴ്സ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. യു ക്യാൻ റെഫർ ദർ ബുക്സ്. ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ പിന്നീട് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ അത് വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബുക്ക് പഠിക്കുമ്പോഴും ഇതിനകത്തൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിന്റെ പല ചാപ്റ്ററുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇമാജിനേഷൻ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ്? ആർക്കെങ്കിലും പറയാവോ?
ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ് എന്ന് പറഞ്ഞത് ആരാണ്? എനിവൺ ക്യാൻ ആൻസർ? കലാമാണ്. ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു, അപ്പോൾ ഇമാജിനേഷൻ നോളജിനേക്കാൾ പവർഫുൾ ആണെങ്കിൽ വാട്ട് ഈസ് ബിഹൈൻഡ് ഇമാജിനേഷൻ? അത് തന്നെ ഞാൻ നോക്കുമ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ കിടപ്പുണ്ട് ഇമാജിനേഷൻ. അതുപോലെ തന്നെ ഓട്ടോ സജഷൻ, ഫെയ്ത്ത്, ഡിസയർ. അപ്പോ നമ്മൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടേക്ക് അവേ ഞാൻ തരികയാണ്. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം, വളരെ നല്ല ഒരു ആഗ്രഹം നമ്മിലുണ്ടായിരിക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. എന്താണ് ഫെയ്ത്ത്? ഇപ്പൊ നമ്മള് ബൈബിളിൽ പറയും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. ഇപ്പോ ബിലീഫ്, ഫെയ്ത്ത്, ഇത് രണ്ടും രണ്ടാണ്. ബിലീഫ് എന്താണ്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ എന്നുള്ളൊരു ജസ്റ്റ് ഒരു വിചാരം മാത്രമാണ് ബിലീഫ്. പക്ഷെ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അത് ദൃഢമായ വിശ്വാസമാണ്. മലയാളത്തില് വിശ്വാസം, ദൃഢമായ വിശ്വാസം എന്ന 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് 2 വേർഡ്സ് ഉണ്ട്, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഫെയ്ത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനി ഓട്ടോ സജഷൻസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചില്. അപ്പോ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ഈ ഓട്ടോ സജഷൻസ് ഈസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയില് 4ാമത്തെ ദീക്ഷ കൊടുക്കുന്നത് മനോദീക്ഷയാണ്. മനോദീക്ഷ. Mind and mind will be connected in order to give that particular initiation. How it happens? You have to think. അപ്പോൾ ഈ 500-ലധികം ആളുകളിൽ പഠിച്ചിട്ടാണ് നെപ്പോളിയൻ ഹില് ഇതിനെക്കുറിച്ച് എഴുതിയത്. അതുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞത് ഈ ഒരു ബുക്ക്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഈ ബുക്ക്. ഇന്നും ലോകത്ത് ബിസിനസ്സുകാരുടെ എന്നല്ല എല്ലാവരുടെയും ഒരു നോളജ് ബൈബിൾ പോലെ തന്നെയാണ് ഇതറിയപ്പെടുന്നത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഇനി അടുത്തത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇമാജിനേഷൻ പറഞ്ഞു കഴിഞ്ഞു, ഓർഗനൈസ്ഡ് പ്ലാനിങ്, ഡിസിഷൻ, പെർസിസ്റ്റൻസ്, പവർ ഓഫ് ദി മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഇരുന്നിട്ട് അബ്രഹാം ലിങ്കണോ ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ആൽവ എഡിസണോ ഇവരൊക്കെ ആയിട്ട് അവർക്ക് സംവദിക്കാനായിട്ട് ഇമാജിനേഷനിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നുണ്ട് നെപ്പോളിയൻ ഹിൽ. നെപ്പോളിയൻ ഹിൽ ഇത് ഒറ്റയ്ക്കല്ല പറയുന്നത്, 500-ലധികം ആളുകളെ പഠിച്ചിട്ട് അവരൊക്കെ ഇത് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് ദ മിസ്റ്ററി ഓഫ് സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ, ദെൻ സബ് കോൺഷ്യസ് മൈൻഡ്. ദ സബ് കോൺഷ്യസ് മൈൻഡ്, ഒരു മിനിറ്റ് ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, ഞാൻ വെബിനാർ അല്ല, പിന്നെ വിളിക്കൂ കേട്ടോ. പിന്നെ അതെ, ഞാനിപ്പോ വെബിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പ് നോക്കൂ, അതിൽ കയറൂ കേട്ടോ. അപ്പോ അവർ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാട്ടോ, ഐ എം വെരി സോറി, എക്സ്ക്യൂസ് മീ, കുറെ നേരമായി വിളിക്കുന്നവർ, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഓക്കെ, പിന്നെ പറയുന്നത് ദ സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം അതിന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അദ്ദേഹം പറയുന്നത് ദ ബ്രെയിൻ, മസ്തിഷ്കത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ. പിന്നെ അദ്ദേഹം ദ സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദ സിക്സ്ത് സെൻസ്, 6ാം ഇന്ദ്രിയം. ഇതിന് ESP എന്ന് വിളിക്കുന്നുണ്ട്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് ജോ സിൽവ എന്ന് നമ്മൾ വിളിക്കുന്ന ഹോസെ സിൽവ നാമകരണം ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഓക്കെ, എന്തുകൊണ്ടാണത് 6ാമത്തെ ഇന്ദ്രിയമായത്? നമ്മൾക്ക് എല്ലാവർക്കും 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലേ. കാഴ്ചശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട് അല്ലേ, ഘ്രാണശക്തിയുണ്ട്, ടച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റും. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും ഉണ്ട്, പുലിക്കും കടുവയ്ക്കും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം സവിശേഷമായ ഒന്നുണ്ട്. അതെന്താ? ദ മൈൻഡ് വിച്ച് ക്യാൻ തിങ്ക്. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ജീവികൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളുടെ എത്ര ചിന്തിക്കാനുള്ള കഴിവ് അതിനില്ല. ബുദ്ധിയുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ലൊരു അൽസേഷൻ ഡോഗിനെ നമ്മൾ വളർത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ റിട്രീവറിനെ വളർത്തുകയാണ്, ഒറിജിനൽ ബ്രീഡ്. അതിനെ നമുക്ക് ട്രെയിൻ ചെയ്യാം, പക്ഷെ അതിന് പരിധികളുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം പരിധികളില്ല. ദ സിക്സ്ത് സെൻസ്. ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്.
കാരണം 6-ാം ഇന്ദ്രിയം പലരിലും പ്രവർത്തിക്കാറില്ല എന്നുള്ളതാണ്. 5 ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ആക്റ്റീവാണ്. പക്ഷെ ഇതിനെ കൊട്ടിയടച്ചാൽ മാത്രമാണ്, ഈ 5 ഇന്ദ്രിയങ്ങളെയും അടക്കിയാൽ മാത്രമാണ് ദ 6th സെൻസ്, അതൊക്കെയാണ് പലരും തേർഡ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നാമകരണം ചെയ്തിട്ടുള്ളത്. 3-ാം കണ്ണ്, ശിവന്റെ 3-ാം കണ്ണ് ഇവിടെയാണ് എന്നുള്ള ആ സങ്കല്പം, അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഈ 3-ാം കണ്ണെന്ന് പറയുന്നിടത്തിരിക്കുന്നത് ആജ്ഞാചക്രമാണ്. അത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സുമായിട്ട് കണക്റ്റഡ് ആണ്, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആജ്ഞാചക്രത്തിന് പ്രാധാന്യമുണ്ടല്ലോ. ഇനി മറ്റുള്ള ചക്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, താഴേക്ക് വന്നാൽ, അപ്പോൾ ഇത് പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിട്ട് ബന്ധമുണ്ട് ക്രൗൺ ചക്രയ്ക്ക്. ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതൊരു എനർജി സെന്റർ ആണ്, ഒരു വോർട്ടെക്സ് ആണ്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്ലാൻസ് ആണ് അവിടെ ഉള്ളത്. അത് വിശുദ്ധി ചക്രം എന്ന് വിളിച്ചു. നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥികളാണ്, നമുക്കറിയാം. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്ലാൻസ് ആണ്. ഇനി ഹൃദയഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ ഹൃദയഭാഗത്തേക്ക് വരുമ്പോൾ അനാഗത ചക്രം അഥവാ ഹാർട്ട് ചക്ര എന്ന് പറയുന്നു. അവിടെ ഇരിക്കുന്നത് എന്താണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. ഇനി താഴോട്ട് വരിക, നമ്മുടെ വയറിന്റെ ഭാഗത്ത്, ഉദരഭാഗത്ത് വരുമ്പോൾ നമ്മൾ അവിടെ മണിപൂരക ചക്രം എന്ന് വിളിക്കുന്നു. ഈ മണിപൂരക ചക്രത്തിന്റെ ഭാഗത്ത് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. ഇനി താഴോട്ട് പോയിക്കോ, സെക്ഷൽ ഗ്ലാൻഡ് ഉണ്ട്. ഇനിയും താഴെയാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത്. ഈ സെക്ഷൽ ഗ്ലാൻഡ്, മൂലാധാര ചക്രവും പെരീനിയം ചക്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ ബോധ്യപ്പെടും. ഇതിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കും. അപ്പോൾ അനേകം വ്യക്തികളെ കുറിച്ച് പഠിച്ചപ്പോൾ നെപ്പോളിയൻ ഹില്ലിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. 500-ലധികം വിജയിച്ച ആളുകളിൽ പഠിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഒരു ബുക്കിൽ തിയറി ആയിട്ട് വെച്ചു. ഹോസെ സിൽവ ഇതിനെ പ്രാക്ടിക്കൽ മെത്തേഡായിട്ട് കൺവേർട്ട് ചെയ്തു. ഇത് 1940s സംഭവിച്ച കാര്യമാണ്. മനസ്സിലായോ? ആൻഡ്രൂ കാർനെഗി ഏൽപ്പിക്കുകയാണ് ഈ മനുഷ്യനെ, നീ കുറെ ആളുകളെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഉരുക്ക് ഭീമനായിരുന്ന ആൻഡ്രൂ കാർനെഗിയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഈ ബുക്ക് എഴുതാൻ കാരണമായത്. അതിനുള്ള പ്രേരണ കൊടുത്തത് ആൻഡ്രൂ കാർനെഗിയാണ്. അപ്പോൾ ആൻഡ്രൂ കാർനെഗി ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി വളരെ നന്നായിട്ട് ചെയ്തു. തോമസ് ആൽവ എഡിസൺ അടക്കം, ഹെൻറി ഫോർഡ് അടക്കം ഒരുപാട് മഹാന്മാരെ അദ്ദേഹത്തിന് പഠിക്കാനും അവരുടെ കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ മെത്തേഡ് ആ ബുക്കിൽ പറയുന്നില്ല, കുറച്ചൊക്കെ കവർ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പ്രാക്ടിക്കൽ മെത്തേഡ് തേടിപ്പോയ ആളാണ് ഹോസെ സിൽവ, അഥവാ ജോ സിൽവ എന്ന് നമ്മൾ വിളിക്കും. അത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനിൽ അവർ വിളിക്കുക ഹോസെ സിൽവ എന്നാണ്. നമ്മൾ എഴുതുമ്പോൾ JOSC, ജോസ് സിൽവ എന്ന് പറയും. ഒരു ആംഗ്ലോ ഇന്ത്യൻ നെയിം പോലെ തോന്നുന്നുണ്ടല്ലേ? ഒരു മെക്സിക്കക്കാരനായിരുന്നു കേട്ടോ. ഞാൻ ഇനി ഒരു ചെറിയൊരു പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. ദ സിൽവ മെത്തേഡ്, ദ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് മൈൻഡ് പവർ എൻഹാൻസ്മെന്റ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ് കോഴ്സ്. 1966 മുതൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാമെന്ന് ഹോസെ സിൽവ ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് രൂപം കൊടുത്തതാണ് ദ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. ഈ ബുക്ക് അവൈലബിൾ ആണ്, ദ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, ബാഡ്ജ് ആണ്. സിൽവ ഇന്റർനാഷണൽ, ലൊറേഡോ, ടെക്സാസ്, USA. ഓക്കെ, സിൽവ അൾട്രാ മൈൻഡ്, അതായത് നിങ്ങൾ മൈൻഡ് വാലിയിലൊക്കെ കേട്ട് കാണും, വിഷൻ ലാഖ്യാനിയൊക്കെ പറയുന്ന കാര്യം. ഈ അൾട്രാ മൈൻഡ് പൂർണ്ണമല്ല കേട്ടോ. പൂർണ്ണമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവ മൈൻഡ് മെത്തേഡിന്റെ ഫുൾ വെർഷൻ ആണ്. ഐ വിൽ ടെൽ യു വാട്ട് ഈസ് ദ ഡിഫറൻസ്. ആൻഡ് ദിസ് ഈസ് ദി ഓതറൈസേഷൻ ലെറ്റർ ഫോർ മീ. അവർ പ്രൊവൈഡ് ചെയ്ത ഓതറൈസേഷൻ ലെറ്റർ ആണ്. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ് ഞാനൊന്ന് വലുതാക്കാം. യെസ്, ഓക്കെ. We are pleased to confirm that your application to work with Silva India has been approved. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഇതാണ് അതിന്റെ കൺഫർമേഷൻ. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. ബിനോയ് ജോൺ, ഐ ആം നോട്ട് എ റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇത് സൈൻഡ് ആണ് ഓൾറെഡി. ആ ലെറ്റർ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇമെയിൽ അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇതാണ് ഹോസെ സിൽവ എന്ന് പറയുന്ന ആ മനുഷ്യൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജോസ് സിൽവ എന്ന് വിളിക്കാം. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് ജോസ് സിൽവ എന്ന് വിളിക്കാം. നമ്മുടെ ജോസേട്ടനായിട്ട് കണക്കാക്കാം, അല്ലേ സാബു സാറേ? സാബു സാർ വിളിക്കുന്ന പോലെ നമുക്ക് ജോസേട്ടനായിട്ട് കാണാം.
ഈ ജോസേട്ടൻ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ നടത്തിയത്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അദ്ദേഹമാണ് ആൽഫ ഫ്രീക്വൻസിയുടെ പ്രത്യേകത പറഞ്ഞ മനുഷ്യൻ. ആൽഫ ഫ്രീക്വൻസി, അതിന്റെ പ്രാധാന്യം എന്താണ്? അതായത് നമ്മളുടെ മൈൻഡിന് സൈക്കിൾ പെർ സെക്കൻഡ്, അഥവാ ഒരു സെക്കൻഡിൽ എത്ര തവണ നമ്മുടെ ബ്രെയിൻ മിടിക്കുന്നു എന്നതാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നിൽക്കുന്നത് ഈ ബീറ്റ ലെവലിലാണ്, ഒരു 21 സൈക്കിൾ പെർ സെക്കൻഡ് ആൻഡ് എബോവ്. അതിനു മേലെ ഒരുപാട് പോയി കഴിഞ്ഞാൽ ഇൻസാനിറ്റി ആട്ടോ. ഒരു 35 to 45 ഒക്കെ കഴിഞ്ഞാൽ അത് ഇൻസാനിറ്റിയാണ്. അപ്പോൾ ഇത് ഔട്ടർ കോൺഷ്യസ്നസ് ലെവലാണ്, ബീറ്റ ലെവൽ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ എഴുതിയെടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ ബീറ്റ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി EEG മെഷീൻ വെച്ച് അളക്കാൻ പറ്റും, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് വെച്ച് അളക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് ഇത് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്? ബ്രെയിനിൽ നിന്ന് ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ECG എടുക്കുന്നുണ്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാം വെച്ചിട്ട് നമുക്ക് ECG എടുക്കാം. ECG എടുക്കുമ്പോഴും അവൻ കാണിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഫ്രീക്വൻസി രേഖകളാണ്, അല്ലേ? അപ്പോൾ വാട്ട് ക്രിയേറ്റ്സ് ഫ്രീക്വൻസി? എന്താണ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ സൗണ്ട്, ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് സൗണ്ട്, അതവിടെ എത്തി, ഫ്രീക്വൻസിയാണ്. നിങ്ങൾ അകലിരുന്ന് കാണുകയാണ്. ഇപ്പൊ റോയ് സാറൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് കാണുകയാണ്, അതൊക്കെ എഴുതിയെടുക്കുകയാണ്. ഇതെങ്ങനെ അവിടെ എത്തി? ദ ഫ്രീക്വൻസി. ഓക്കെ, ഇനി എന്റെ ശബ്ദം, ഈ റൂമിൽ വിളിച്ചോണ്ട്, ഇതൊക്കെ എന്താണ് ബേസിക്കലി? സാബു സാറേ, ബേസിക്കലി എന്താണ്? സിമ്പിൾ സയൻസ്, സിമ്പിൾ. ബേസിക്കലി ഇത് എന്താണ്? ആർക്ക് വേണമെങ്കിലും പറയാം. യെസ്, എക്സാക്ട്ലി. ഓൺലി എനർജി ക്യാൻ ക്രിയേറ്റ് ഫ്രീക്വൻസി. ഊർജത്തിന് മാത്രമേ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തില് ഇത്രയും നാൾ ഇപ്പൊ നമ്മൾ ജീവിച്ചു. സാബു സാറിന് എത്ര വയസ്സുണ്ട്, ബിനോയ് ജോണിന് എത്ര വയസ്സുണ്ട്, മിസ്റ്റർ വേണുഗോപാലിന് എത്ര വയസ്സുണ്ട്, സുനിത രാജ് എത്ര വയസ്സുണ്ട്, ഇവരൊക്കെ ഇത്രയും നാൾ ജീവിച്ചു, അല്ലേ? അന്ന് ഏത് ബാറ്ററിയിൽ നിന്ന് ഈ പവർ വന്നത്? അപ്പോൾ നമ്മിലൊരു ഇലക്ട്രിസിറ്റി ഇല്ലേ? ലെറ്റ് മീ ആസ്ക് യു, നമ്മിലൊരു ഊർജമില്ലേ? ആ ഊർജം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് അത് ബയോപ്ലാസ്മിക് ആണ്. കാരണം ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ തലത്തിലായതിനെ കാണില്ല, കാരണം സോൾ എനർജിയാണ്. സോൾ എനർജി കാണാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. നമ്മൾക്ക് തൊടാനോ കാണാനോ പറ്റില്ല, ബട്ട് ഇറ്റ് എക്സിസ്റ്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എനർജി കനോട്ട് ബി ഡെസ്ട്രോയിഡ്. ശരിയല്ലേ? അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്ന സോള് പോയി കഴിഞ്ഞാൽ അത് ഡെസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ? ജസ്റ്റ് തിങ്ക്, ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരികയാണ്. അപ്പോൾ നമ്മൾ ബീറ്റ ലെവലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബീറ്റ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആക്സസ് ഉണ്ടാവില്ല, അവിടെ നിന്ന് താഴോട്ട് പോകണം. അതൊരു സ്പിരിച്വൽ വേൾഡ് ആണ്. നോ ടൈം, നോ സ്പേസ്. അവിടെ ടൈമിനും സ്പേസിനൊന്നും ഒരു വിലയില്ല, അല്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ആൽഫ ലെവൽ. അതാണ് ഹോസെ സിൽവയുടെ ഒരു കണ്ടുപിടുത്തം. ആൽഫ ലെവൽ 7 to 14 സൈക്കിൾ പെർ സെക്കൻഡ് ആയിരിക്കും EEG വെച്ചാൽ അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി എടുക്കുമ്പോൾ വരിക. 7 മുതൽ 14 സൈക്കിൾ പെർ സെക്കൻഡ് വരെ. ഒരു സെക്കൻഡിൽ 7 തവണ അല്ലെങ്കിൽ ഒരു 14 തവണ പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി താഴ്ത്തണം. അപ്പൊ അത് ഏത് ലെവലാണ്? ആദ്യത്തേത് ബീറ്റ ലെവൽ, ആക്ഷൻ ലെവലാണെങ്കിൽ ഇത് സ്ലീപ്പ് തോട്ട് ലെവലാണ്, ഇന്നർ കോൺഷ്യസ്നെസ് ലെവലാണ്. ദിസ് ഈസ് ദ കീ ടു സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിലേക്കുള്ള താക്കോലാണ് ആൽഫ ലെവൽ എന്ന് പറയുന്നത്. 7 to 14 സൈക്കിൾ പെർ സെക്കൻഡ്. ഇനി അതിനും താഴേക്ക് വന്നാൽ ഒരു 5 സൈക്കിൾ പെർ സെക്കൻഡ് ഒക്കെ വരുമ്പോൾ അതും ഇതിന്റെ കുറച്ച് ഡീപ്പ് ലെവലുള്ള ഒരു ലെവലാണ്, അതിലും കുറച്ചും കൂടി താഴേക്ക് വരികയാണ്. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇവിടെ, 4ാമത്തെ ഒരു ലെവല് ഡെൽറ്റ ലെവൽ. അത് ഒരു 0 to 4 സൈക്കിൾ പെർ സെക്കൻഡ് എന്നാ പറയുന്നത്. 0 to 4 സൈക്കിൾ പെർ സെക്കൻഡ്. സ്പീഡ് എത്രയെന്ന് അൺനോൺ ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ യോഗിക് ലെവൽ, ദ ഡെൽറ്റ ലെവൽ. ഹയർ ലെവൽ മെഡിറ്റേഷൻസ് നമ്മൾ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ തലത്തിൽ പോകുന്നുണ്ട്, ഡെൽറ്റ ഫ്രീക്വൻസിയിലേക്ക്. ഇവിടെയൊക്കെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണരുന്നത്. ദ തേർഡ് ഐ, 3ാം കണ്ണ്, ദ ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. 5 ഇന്ദ്രിയങ്ങൾക്കും അതീന്ദ്രിയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്നു, അതീന്ദ്രിയമായ തലത്തിലേക്ക്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് തോന്നും ഇത് സൂപ്പർ നാച്ചുറൽ ആണെന്ന്. അല്ല, പ്രകൃതിക്ക് ഇത് സൂപ്പർ നാച്ചുറൽ അല്ല, ഇത് നാച്ചുറൽ ആണ്. ഈ കഴിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ ബ്രെയിനിൽ കിടപ്പുണ്ട്. അത് ഡോർമെൻ സിറ്റുവേഷനിലാണ്, അത് ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന കനലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ആളെ കത്താൻ തുടങ്ങും.
ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാണ്, ചുമ്മാ പറയുന്നതല്ല. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന പണി ഇതാ. ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ സാർ ഇങ്ങനെ കുറേ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കുന്നത്, ഇത് എന്തിനാ കുറേ പഠിക്കുന്നത്? സി, ബ്രെയിനിന്റെ റൈറ്റും ലെഫ്റ്റും ഉണ്ട്. റൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്? ക്രിയേറ്റീവ് തോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ആർട്ടിസ്റ്റിക് ടാലന്റ് ഒക്കെയാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ലോജിക്കലായിട്ടാണ്. ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവന് ഒരിക്കലും മാജിക്കോ മിറക്കിളോ എന്താന്ന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. കാരണം എല്ലാത്തിനും ലോജിക്കുണ്ട്. ഇപ്പോൾ 1+1 എത്രയാണ്? നിങ്ങൾ പറയൂ, 1+1, ഒന്നും ഒന്നും എന്ന് ചേർന്നാൽ എത്രയാ? ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാ? 2. കറക്റ്റ്, ലോജിക്കാണ്. എന്നാൽ ക്രിയേറ്റീവ് ബ്രെയിനുള്ള വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു ഇമ്മിണി വലിയ ഒന്നാണെന്ന്. ഇമ്മിണി വലിയ ഒന്നാണെന്ന്. നിങ്ങൾ നോക്കുക, ഇതൊന്നാണ്, ഈ ഒന്നിന്റെ മേലെ ഞാൻ ഒരു ഒന്നും കൂടി വെച്ചാലോ ഇമ്മിണി വലിയ ഒന്നാവും. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവനാണ് വേറെ രീതിയിൽ ചിന്തിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ദ റൈറ്റ് ഓറിയന്റഡ് തിങ്കിങ്, റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് തിങ്കിങ്. മനസ്സിലായോ? അപ്പൊ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഇതൊക്കെ അത്ഭുതമായിട്ടോ അതല്ലെങ്കിൽ സ്യൂഡോ സയൻസ് ആയിട്ടോ ഒക്കെ തോന്നാം. റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. ബൈ ഗോഡ്സ് ഗ്രേസ്, ടച്ച് വുഡ്, എനിക്ക് ചെറുപ്പത്തിലെ മുതൽ റൈറ്റ് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ചെറുപ്പത്തിലെ മുതൽ അതുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ഔട്ടോപോടി പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് വട്ടാവുന്നതാണെന്നാണ്. പിന്നീട് ഹയർ ലെവൽ മെഡിറ്റേഷൻസ് നടത്തി ആസ്ട്രൽ ട്രാവൽ പോയപ്പോൾ മനസ്സിലായി, യെസ്, ദിസ് വിൽ ഹാപ്പൻ, ഡേഞ്ചർ ഒന്നും ഇല്ല ഇതിൽ, ഇതൊക്കെ സാധ്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. എൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. പ്രാണിക് ഹീലിംഗിലെ മെഡിറ്റേഷൻസ്, റൈക്കിയിലെ കാര്യങ്ങൾ, സുജോക് തെറാപ്പി, ഇതൊക്കെ NLP, EFT, ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളും നമ്മൾ പഠിക്കണമല്ലോ. NLPയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹോസെ സിൽവ NLP ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ NLP ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഡെൽറ്റ ലെവൽ അഥവാ യോഗിക് നിദ്ര എന്നൊക്കെ പറയുന്ന തലം എന്ന് പറയുന്നത് ഡെൽറ്റ ലെവലിൽ പോകണം. അല്ലാതെ യോഗി നിദ്ര എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ചുമ്മാ പറ്റീരാ. ഡെൽറ്റ ലെവലിലെങ്കിൽ പോയാലേ യോഗനിദ്ര എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ഹിപ്നോസിസിലൂടെ ഒരാളെ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത് യോഗനിദ്രയല്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് വ്യക്തമായിട്ട് നമ്മൾ ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന് പിന്നിലൊരു ശാസ്ത്രം ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ നമ്മളൊന്നും വിശ്വസിക്കരുത്. ബിനോയ് ജോൺ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. യു തിങ്ക് യുവർ സെൽഫ്, ഇസ് ദർ എനി സയൻസ് ബിഹൈൻഡ് ഇറ്റ്? അപ്പോ ഹോസെ സിൽവ അദ്ദേഹത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആണ് അദ്ദേഹം ജനിച്ചത്. ഒരു പാവപ്പെട്ട ഫാമിലിയിൽ 11ാമത്തെ ഇളയ പുത്രനായിട്ടാണ് ഹോസെ സിൽവ ജനിക്കുന്നത്. അത് മെക്സിക്കോ മൗണ്ടനിലാണ് അദ്ദേഹത്തിന്റെ താമസം. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലമൊക്കെ സൈനിക ഉദ്യോഗത്തിൽ ഇരിക്കുകയും ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകളായിരുന്നു. ന്യൂസ് പേപ്പർ വരെ വിറ്റ് നടന്നിട്ടുണ്ട് ബാലനായിട്ടുള്ള നമ്മുടെ ജോസേട്ടൻ. ഓക്കെ, അന്ന് ന്യൂസ് പേപ്പർ വരെ വിറ്റ് നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. പോവർട്ടി ഉണ്ടായിരുന്നു, ഹാർഡ്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഹി ഹാഡ് എ ഡീപ് ഫാസിനേഷൻ വിത്ത് ദി മിസ്റ്ററീസ് ഓഫ് കോൺഷ്യസ്നസ്. ബോധതലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വലിയ ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളാണ് എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഒരു ഫാസിനേഷൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ 11 കുട്ടികൾ ഏറ്റവും ഇളവനായിട്ടാണ് നമ്മുടെ ജോസേട്ടൻ ജനിക്കുന്നത്. അപ്പോൾ വലിയൊരു ഫാമിലിയിൽ വളരെയധികം ദാരിദ്ര്യത്തോടു കൂടി ജീവിച്ചിരുന്ന മനുഷ്യൻ പതുക്കെ ഒരു കാത്തലിക് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റി വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ വല്ല സയൻസും ഉണ്ടോ, അതിന് പിന്നിൽ വല്ല കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അദ്ദേഹം അന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം US കരകയറുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഏറ്റവും പറ്റിയ നല്ല സ്ഥലം എന്ന് പറയുന്നത് US ആണ്. അങ്ങനെ അദ്ദേഹം അവിടെ ആർമിയിൽ കുറച്ചു കാലം ഉദ്യോഗസ്ഥനായിട്ടൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിനെ കുറിച്ച് വായിക്കുകയും, കാരണം അദ്ദേഹത്തിനും മുന്നേ ആണ് 1940s തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ വന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാനും ഡെവലപ്പ് ചെയ്യാനും തുടങ്ങി ഒരു സിസ്റ്റം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 1960s ഹോസെ സിൽവ, ദ ഫൗണ്ടർ ഓഫ് സിൽവ മെത്തേഡ്, വാസ് എ മാൻ ഹു ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ടു എക്സ്പ്ലോറിംഗ് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് ഹിസ് എഞ്ചിനീയറിംഗ് കരിയർ. അദ്ദേഹം ഒരു എഞ്ചിനീയറും ആയിരുന്നു കേട്ടോ, എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കരിയർ ഹി ടെസ്റ്റഡ് ന്യൂമറസ് ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ടു പേഴ്സണൽ ഡെവലപ്മെന്റ്. പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അനേകം ടെക്നിക്കുകൾ അദ്ദേഹം പരീക്ഷിച്ചു. However, it was not until a personal crisis in the 1960s that Silva's work took on a new urgency. 1960s 1960 ആയപ്പോൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് തിരിയാണ്. At that time,
സിൽവാസ് ഡോട്ടർ വാസ് ഡയഗ്നോസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി. അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെ മറികടക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോ ഹി ഡെവലപ്ഡ് എ മെഡിറ്റേഷൻ ടെക്നിക് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ റിലാക്സേഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് മെന്റൽ പ്രൊജക്ഷൻ. ഈ 3 ടെക്നിക്ക് വെച്ചിട്ട് അദ്ദേഹം ഇത് രൂപപ്പെടുത്തുകയാണ് ഈ മകൾക്ക് വേണ്ടിയിട്ട്. The results were nothing short of miraculous, and soon Silva was teaching his method to others. മകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഈ പ്രോഗ്രാം പിന്നീട് അങ്ങോട്ട് ഭയങ്കര വലിയൊരു സിസ്റ്റമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോ അങ്ങനെയാണ് അദ്ദേഹം ഈ ടെക്നിക്കിന് തുടക്കമിടാനുള്ള കാരണം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, വെബിനാറിലാണ്, പിന്നെ വിളിക്കുക കേട്ടോ. വെബിനാറിലാണ്, പിന്നെ വിളിക്കാം. അപ്പോ ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്താണ് ഇതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദ ഹാർട്ട് ഓഫ് സിൽവ മെത്തേഡ് ആർ 2 കോർ പ്രിൻസിപ്പിൾസ്. 2 കോർ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ദ പവർ ഓഫ് ദി മൈൻഡ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിലാക്സേഷൻ. സിൽവ ബിലീവ് ദാറ്റ് ദ മൈൻഡ് ഹാഡ് ദ പവർ ടു ഹീൽ, ട്രാൻസ്ഫോം ആൻഡ് ക്രിയേറ്റ്, and that relaxation was the key to accessing this power. റിലാക്സേഷനിലൂടെ മാത്രമാണ് ഇത് സാധ്യമാകുന്നത് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ മനസ്സിലാക്കി. The Silva method uses a series of guided exercises to help participants tap into the deep well of creativity, intuition and problem solving that lies within them. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന്, ഇൻഡ്യൂഷൻ ഡെവലപ്മെന്റിന്, ക്രിയേറ്റിവിറ്റി കൂട്ടാൻ, സർഗാത്മകത കൂട്ടാൻ ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ദീസ് എക്സസൈസ് ഇൻക്ലൂഡഡ് വിഷ്വലൈസേഷൻ, ക്രിയാത്മകമായിട്ടുള്ള വിഷ്വലൈസേഷൻ, സർഗാത്മകമായിട്ടുള്ള ചിത്രീകരണം, മാനസിക ചിത്രീകരണം. ഓക്കെ, അഫർമേഷൻസ്, ദൃഢമായിട്ടുള്ള പ്രതിജ്ഞാവാക്യങ്ങൾ, ആൻഡ് മെന്റൽ പ്രൊജക്ഷൻ, മനസ്സിനെ പ്രൊജക്ട് ചെയ്യാണ്. ആലോചിച്ച് നോക്കുക, മെന്റൽ പ്രൊജക്ഷൻ. പാർട്ടിസിപ്പൻസ് ആർ ഓൾസോ തോട്ട് ഹൗ ടു അച്ചീവ് എ ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. പാർട്ടിസിപ്പൻസിനെല്ലാം തന്നെ ഒരു ഹൈറ്റൻഡ് ലെവൽ ഓഫ് റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിച്ച് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ റെഡ്യൂസിങ് സ്ട്രെസ്, ഇംപ്രൂവിങ് ഫോക്കസ് ആൻഡ് അൺലോക്കിംഗ് ന്യൂ ലെവൽസ് ഓഫ് ക്രിയേറ്റിവിറ്റി. പുതിയ സർഗാത്മകമായ തലങ്ങളിലേക്ക് ഉയരുവാനും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും സ്ട്രെസ് മാറ്റുവാനും ഒക്കെ ഇത് സഹായിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. The science behind Silva method. So there is a science behind Silva method. ചുമ്മാ ഒരു സൂഡോ സയൻസ് ഒന്നുമല്ല, ഇറ്റ്സ് എ റിയൽ സയൻസ്. ചില ക്രിറ്റിക്സ് അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത ഈ ടെക്നിക്ക്, ഫോർ എക്സാമ്പിൾ, വിഷ്വലൈസേഷൻ ഹാസ് ബീൻ ഷോൺ ടു ബി ഇഫക്റ്റീവ് ഇൻ പെയിൻ മാനേജ്മെന്റ്. പെയിൻ കുറയ്ക്കാനായിട്ട് വിഷ്വലൈസേഷൻ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ആൻസൈറ്റി റിഡക്ഷൻ, ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് പറ്റും, NLP ഉപയോഗിക്കുന്നുണ്ട്, സാബു സാറിനൊക്കെ അറിയാം. ആൻഡ് അത്ലറ്റിക് പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ അനേകം ബുക്കുകളുണ്ട്. യു ദ ഹീലർ ആവാം നിങ്ങൾക്ക്. മെന്റൽ ട്രെയിനിങ്, ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ്. PT ഉഷ സ്കൂളിൽ ഞാൻ ഒരു പീക്ക് പെർഫോമൻസ് ട്രെയിനിങ് കൊടുത്തിരുന്നു. 2 ദിവസത്തെ ട്രെയിനിങ്. 3-ാം ദിവസം അവർ ഏറ്റവും ഹയസ്റ്റ് സ്പീഡിൽ ഓടി എന്നുള്ളതാണ്. 2019 November 25th and 26th. അവരുടെ ടെസ്റ്റിമോണിയൽ എൻ്റെ ഉണ്ട്. ഹൗ ഇറ്റ് ഹാപ്പൻ? വെറും 2 days പ്രോഗ്രാം, അഡ്വാൻസ് ലെവൽ പ്രോഗ്രാം. ഇത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ESP ബിസിനസ് സിസ്റ്റമാണ് സിൽവ. അതുപോലെ തന്നെ സെയിൽസ് കൂട്ടാനായിട്ട് അദ്ദേഹം ടെക്നിക്കുകൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ബിസിനസ്സുകാരും സെയിൽസിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ ചക്കയിൽ ഈച്ച പൊതിഞ്ഞ പോലെയായിരുന്നു ഹോസെ സിൽവയുടെ കോഴ്സ് നടക്കുന്ന സമയത്ത്. എല്ലാവരും അറ്റൻഡ് ചെയ്തു, പഠിച്ചു, അതിന്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാ തലത്തിലും അദ്ദേഹം റിസർച്ച് നടത്തി എന്നുള്ളതാണ്. പല യൂണിവേഴ്സിറ്റികളും ഇത് റിസർച്ച് നടത്തിയിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇത് സയന്റിഫിക്കലി പ്രൂവൺ മെത്തേഡാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിട്ടും. ഇതും കണ്ടുകൊണ്ടിരുന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്ക് ചെയ്യില്ല. വൈ ലോ ഓഫ് അട്രാക്ഷൻ ഡസന്റ് വർക്ക്? വൈ? യു ആർ നോട്ട് ഇൻ ദി ആൽഫ ലെവൽ. ആൽഫ ലെവലിൽ ഇരുന്ന് അഫർമേഷൻ കൊടുക്കണം. അല്ലാതെ ഇരുന്ന് അഫർമേഷൻ കൊടുത്താൽ ഇറ്റ് വോണ്ട് വർക്ക്. ടേക്ക് മൈ വേർഡ്, അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പലരുടെയും ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്ക് ചെയ്യാത്തത്. ചിലർക്ക് മാത്രം വർക്ക് ചെയ്യുന്നു, ചിലർക്ക് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ബ്രെയിനിന്റെ ഫ്രീക്വൻസി ആ തലത്തിലേക്ക് ഉയർത്താനുള്ള കഴിവ് വേണം. അങ്ങനെയുള്ളവൻ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യും കാര്യങ്ങൾ, അല്ലാത്തവന് പറ്റില്ല. ഇനി എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തിന്റെ ഈ മെത്തേഡ്
ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ടെക്നിക്ക് ആയിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ മീഡിയയുടെ അതിപ്രസരത്തിൽ പുതിയ പുതിയ ആളുകൾ വന്ന് പല ടെക്നിക്കുകളും അവതരിപ്പിക്കുകയും ഇദ്ദേഹത്തിന്റെ ഈ ടെക്നിക്ക് കുത്തൊഴുക്കിൽപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പൊ ടൈറ്റാനിക് മൂവി വന്നപ്പോൾ അന്നിറങ്ങിയ മൂവികളെല്ലാം ബാക്കൗട്ട് ആയി പോയി അല്ലേ? മലയാളം മൂവിയിൽ ആരൊക്കെ അഭിനയിച്ചോ, ഏത് മെഗാസ്റ്റാർ അഭിനയിച്ചാലും ശരി, ടൈറ്റാനിക് വന്നപ്പോൾ ഇതെല്ലാം തള്ളിപ്പോയി അല്ലേ? ആ മൂവികളൊക്കെ കാണാൻ ആൾക്കാർ കയറാതെ ടൈറ്റാനിക് കാണാൻ പോയി. അതുപോലെ പ്രശസ്തമായ പടങ്ങൾ വരുമ്പോൾ, മൂവീസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റുള്ള പടങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെ പറ്റിപ്പോയൊരു മെത്തേഡാണ്. ഇവരത് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്തില്ല. ബട്ട് in early 70s, 80s, 90s, this was the best method available in the whole world. അന്നൊക്കെ നല്ല ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഈ സിസ്റ്റം ആയിരുന്നു ആളുകൾ ഫോളോ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ പല ആളുകൾ പല സിസ്റ്റം കൊണ്ടുവന്ന് മൊത്തത്തിൽ അവിയൽ പരുവത്തിലാക്കി വെച്ചേക്കാണ്. മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 1-2 ദിവസം പ്രോഗ്രാം നടത്തും, പിറ്റേ ദിവസം കാറ്റ് ഊതി വിട്ട ബലൂൺ പോലെ ആവും. എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ 1-2 ദിവസം പ്രോഗ്രാം നടത്താറില്ല. 1-2 ദിവസം ഓഫ്ലൈനിൽ കൊടുത്താൽ ബാക്കി ഓൺലൈനിൽ ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ മിനിമം 14 ഡേയ്സ് വീണ്ടും കൊടുക്കും പ്രോഗ്രാം. എന്നാലേ കാര്യമുള്ളൂ. കാരണം നമ്മുടെ മനുഷ്യ മനസ്സിന് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം ഒരു 21 ഡേയ്സ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സും കഴിഞ്ഞ് ഇയാളെ പറഞ്ഞു വിട്ടാൽ ഇയാൾ ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, പിന്നെ അയാൾ അവിടെ പുസ്തകം അവിടെ എടുത്ത് വയ്ക്കും, ഇതൊന്നും അറ്റൻഡ് ചെയ്യുകയില്ല, ഒരു ഫലവും കിട്ടില്ല. എന്നിട്ട് പറയും, ഓ ഈ മൈൻഡ് പവർ ടെക്നിക്സ് ഒക്കെ എല്ലാം വെറുതെ ചുമ്മാ കളിപ്പീരാ എന്ന് പറയും. ഡോണ്ട് സേ ദാറ്റ്. എൻ്റെ അടുത്ത് വരുന്നവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. കാരണം ഇത് കൊടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവമാണ്. എൻ്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ 2 ബുക്കുകൾ വന്നു. CSR മാഗസിനിൽ കണ്ട ഈ ഒരു ബുക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതാണ്. 1999 എൻ്റെ കയ്യിൽ വന്നതാണ്. ഇത് 1999-2000 എഡിഷൻ ആട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ബുക്കിൽ ഇത് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു IIT ഗ്രാജുവേറ്റ് ആണ്. ഈ ബുക്ക് വെറുതെ വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു അന്ന്. CSR മാഗസിനിൽ പരസ്യം കണ്ടിട്ട് ഞാൻ എൻ്റെ മദറിനോട് പറഞ്ഞു, ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്, അപ്പോൾ സ്റ്റഡി ടെക്നിക്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു IIT ഗ്രാജുവേറ്റ് ആണ്, രാജസ്ഥാനിയാണ് അദ്ദേഹം. അപ്പോൾ ഇത് അതിലും പറയുന്നുണ്ട്, ഈ ഫ്രീക്വൻസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അന്ന് മുതൽ 2000 മുതൽ ഞാൻ എൻ്റെ സ്റ്റഡീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 2005 കുണ്ടലിനി യോഗ ദീക്ഷ എടുത്തപ്പോൾ അതിലും വേദാദ്രി മഹർഷി പറയുന്നുണ്ട് ബ്രെയിൻ ഫ്രീക്വൻസിയെ കുറിച്ച്. പിന്നെ അത് കഴിഞ്ഞ് 2006 സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ നോക്കിയപ്പോൾ അതിലും പറയുന്നുണ്ട് ബ്രെയിൻ വേവ് ഫ്രീക്വൻസിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇഫ് യു ചേഞ്ച് ദ ഫ്രീക്വൻസി ഓഫ് യുവർ ബ്രെയിൻ യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ദാറ്റ്സ് ഇറ്റ്. അതാണ്. ഇനി ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. 2008 ഞാൻ PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ഹൈദരാബാദ് അപ്പോളോ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺട്രാക്ട് പ്രോഗ്രാം 3 വീക്സ് ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് താമസ സൗകര്യമൊക്കെ തരുന്നുണ്ട്, ഹോസ്റ്റൽ സൗകര്യമൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഡയസ് എന്ന് പറഞ്ഞിട്ടൊരു പത്തനംതിട്ടക്കാരനുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി 10:30 ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ടോക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഹീലറാണെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ ഡയസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എടാ ഞാനിങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു ബുക്കുണ്ട്, അതിന്റെ വീഡിയോ ഒക്കെ എൻ്റെ ഉണ്ട്, ദ സീക്രട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഏകദേശം 1.5 മണിക്കൂർ. അതിനുശേഷം ക്ലാസ്സിലേക്ക് പോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ അന്ന് PS റെഡ്ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. PS റെഡ്ഡി സാറ് അന്ന് മസ്റ്റ് റീഡ് എന്ന് പറയുന്ന ബുക്കുകളിൽ ഒന്ന് ദ സീക്രട്ട് ആയിരുന്നു. വേറെ 2-3 ബുക്കുകളുണ്ട്, അതായത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ, പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, EQനെ കുറിച്ചുള്ള പഠനങ്ങളുള്ള ബുക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ ബുക്കുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞായിരുന്നു. പക്ഷേ തലേ ദിവസം 10:30 ഞങ്ങൾ സംസാരിച്ച ഈ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹിം, എക്സ്ക്യൂസ് മീ സർ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ദാറ്റ് ബുക്ക് ദ സീക്രട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ he turned to me like this and asked, gentleman, are you interested in that book? I told, yes sir, you will get it. You are the only one who asked about that book, so you are the deserving person to get this book. നിങ്ങൾക്ക് ഞാൻ ഈ ബുക്ക് അയച്ചു തരാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഞാനിങ്ങനെ വാവിളിച്ചു നിൽക്കുകയെ ഈ എൻ്റയർ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ഈ പയ്യനോട് പറയുകയാണ്, 2008 അയച്ചു തരാമെന്ന് ബുക്ക്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഐ വിൽ ഷോ യു വാട്ട് ഹാപ്പൻഡ്. 2008 ഡിസംബറിലാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. 2009 മാർച്ച് മാസത്തിൽ അദ്ദേഹം എനിക്ക് ഈ ബുക്ക് അയച്ചു തന്നു. ഒരു സ്പീഡ് പോസ്റ്റ് വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ വാങ്ങിച്ചതല്ല, അദ്ദേഹം സൈൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സീ ദിസ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ, PS റെഡ്ഡി.
2009 അദ്ദേഹം സൈൻ ചെയ്തിട്ട് ഒരു ലെറ്റർ ഇതിൽ വെച്ചിരുന്നു. ഈ ബുക്ക് ഇപ്പോൾ വളരെ ഓൾഡാണ്. 2009 എൻ്റെ കയ്യിൽ വന്നതാണ്. ഇതിപ്പോൾ 2024 ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും റിസർച്ച് ആരംഭിച്ചു, കുറേ ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തു, ഇന്റർനെറ്റിൽ പോയിരുന്ന കുറേ പഠനങ്ങളൊക്കെ നടത്തി ഈ ആർട്ടിക്കിൾസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു മെയിൽ. ഹി ടോൾ മീ, ഏ മാൻ, വൈ ഡോണ്ട് യു റൈറ്റ് എ ബുക്ക് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു സീഡാണ് എനിക്ക് ഇട്ട് തന്നത്, ഒരു വിത്താണ് എൻ്റെ ബോധതലത്തിലേക്ക് ഇട്ട് തന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി, അനേകായിരം ബുക്കുകൾ റെഫർ ചെയ്തു, അനേകായിരം കോഴ്സുകൾ അതും ഇതൊക്കെ പഠിച്ചു. ഇന്നിപ്പോൾ 200-ലധികം ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ട്രെയിനേഴ്സിൽ നിന്ന് ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മൈൻഡ് വാലിയിലെ വിഷൻ ലാഖ്യാനി അടക്കം, അതുപോലെ തന്നെ ഡോക്ടർ ജോ ഡിസ്പെൻസ. അവരൊക്കെയാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് മൈൻഡ് പവർ പറയുന്ന ആൾക്കാർ. അല്ലാതെ നമ്മൾ കുപ്പിച്ചിലൂടെ നടക്കുന്നതും കനലിലൂടെ നടക്കുന്നതൊന്നും മൈൻഡ് പവർ അല്ല കേട്ടോ. അതൊക്കെ ടെക്നിക്കാണ്, ട്രിക്കുകളാണ്. അതിലൊന്നും മയങ്ങരുത്. അതും വെച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. 90s-ലും 80s-ലും നടത്തിയിരുന്ന ആ ടെക്നിക്കും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ദേ ഡോണ്ട് അപ്ഡേറ്റ് ദെയർ നോളജ്. അവരുടെ നോളജ് അവർ അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പോൾ അദ്ദേഹം വന്ന് 2009 പറഞ്ഞ കാര്യം ഞാൻ തുടർച്ചയായിട്ടൊരു ബുക്ക് ആയിട്ട് എഴുതാൻ തുടങ്ങി. 2014 നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അത് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തു, ഒരു ഫോട്ടോ സെറ്റ് ചെയ്തു. ഐ ആം ആൻ ഓതർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഞാനത് സെറ്റ് ചെയ്തു. അപ്പൊ ഞാനത് വിഷൻ ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റി. കാരണം ഐ അക്കംപ്ലിഷ്ഡ് ദിസ്. വിഷൻ ബോർഡിൽ നിന്ന് ഞാനത് മാറ്റി. യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് കണ്ടോ, ഓതർ ബിനോയ് ജോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും കവർ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തു. കണ്ടോ, ഇത് ഫ്രണ്ട് കവർ, ഇത് ബാക്ക് കവർ, ഇത് അതിൻ്റെ സ്പൈൻ. ഇത് ഡിസൈൻ ചെയ്തു വെച്ചു 2009. ഈ സംഭവം ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അനേകം ബുക്കുകൾ വായിച്ചും അനേകം ആർട്ടിക്കിൾസ് വായിച്ചും അനേകം യൂട്യൂബ് ചാനലുകളും ഒക്കെ നോക്കി ഞാൻ എൻ്റെതായൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. 2014 ഞാൻ ഒരുപാട് പബ്ലിഷേഴ്സിന് ഇത് അയച്ചു കൊടുത്തിട്ടോ, ഇൻക്ലൂഡിങ് നമ്മളുടെ ജേക്കോ പബ്ലിഷേഴ്സ് ഒക്കെ. അവരൊക്കെ റിജക്ട് ചെയ്തു. പക്ഷേ പെഗാസസ് പബ്ലിഷേഴ്സ് UK എന്നോട് പറഞ്ഞു വി ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ 2014 ഞാൻ HR മാനേജറായിട്ട് ശ്രീവത്സം ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ടൈമാണ്, തൃശ്ശൂർ. അവിടെ HR മാനേജറായിരുന്നു. ആ ടൈമിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് പാതിരാത്രി ഇരുന്നാണ് ഞാനിരുന്ന് ടൈപ്പ് ചെയ്യുന്നത്. വൈഫൈ വെക്കുക, ഇയാൾക്ക് പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. ഞാനിരുന്ന് ടൈപ്പ് ചെയ്യലാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു മെയ് മാസത്തിൽ ഇത് അയച്ചു തരണമെന്ന് പറഞ്ഞു. പക്ഷേ ജൂൺ മാസത്തിൽ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. ഞാൻ അപ്പം തന്നെ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പക്ഷേ 2022 ഇറ്റ് ഗോട്ട് അക്കംപ്ലിഷ്ഡ്. മൈ ഡ്രീം കെയിം ട്രൂ. ദിസ് ഈസ് മൈ ബുക്ക്, യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ്. It is available on Amazon and it is a bestseller right now. You can get it from Amazon. Universal Manifestation Secrets. This is far beyond any secret. മോഹൻജി പോലുള്ള മഹാനായിട്ടുള്ള ഒരാൾ പോലും അദ്ദേഹം 5-star റേറ്റിംഗ് തന്നിട്ട് അദ്ദേഹം ഈ ബുക്ക് പിടിച്ചുകൊണ്ട് ഫോട്ടോ ഇട്ട് തന്നു. യു പ്രൊമോട്ട് ദിസ് ബുക്ക്. ദിസ് ബുക്ക് വിൽ ചേഞ്ച് യുവർ ലൈഫ് ബിനോയ് എന്ന് പറഞ്ഞു. See, the law of attraction happens. But we have to wait. There is a time for everything. 2014 സംഭവിച്ചില്ലെങ്കിൽ 2022 സംഭവിച്ചു. അത് ബെസ്റ്റ് സെല്ലറുമായി. ഞാൻ അന്ന് എഴുതി വെച്ചതാണ് ബെസ്റ്റ് സെല്ലർ ആവുന്നുള്ളത്. See how it happened? At that time, I was using all these techniques. ഹോസെ സിൽവയുടെ ഈ മെത്തേഡൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. Okay? And it happened. This is the truth I am telling you. Okay? അപ്പോ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അദ്ദേഹം 1940s അദ്ദേഹം ഒരു ഇലക്ട്രോണിക് റിപ്പയർമാനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല വേവ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ആ വേവ്സിൽ നിന്നാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ട് ആൽഫ ഫ്രീക്വൻസി ഉണ്ടാക്കിയത്. ഈ ആൽഫ ഫ്രീക്വൻസി വെച്ചിട്ട് ആണ് ഈ കളികളൊക്കെ അദ്ദേഹം നടത്തിയത്. അപ്പോ വെയിൻഡെയർ, അദ്ദേഹത്തിന്റെ സമകാലികനായിട്ടുള്ള ഡോക്ടർ വെയിൻഡെയർ, അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു ഡോക്ടർ വെയിൻഡെയർ. ഈ ഹോസെ സിൽവ 2000 വരെ ജീവിച്ചിരുന്നു കേട്ടോ. 90 എബോവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏജ്. നല്ല ആരോഗ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ സ്വയം ശരീരത്തിൽ പരീക്ഷിക്കുകയും മനസ്സിൽ പരീക്ഷിക്കുകയും അതിന്റെ ബെസ്റ്റ് റോൾ മോഡലായിട്ട് നിന്ന ഒരു മനുഷ്യനാണ് ഹോസെ സിൽവ. അതുകൊണ്ട് ഒരിക്കലും ഇത് നിങ്ങൾക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം സാധിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഹീലിംഗ് എങ്ങനെ സാധിക്കുന്നു അദ്ദേഹത്തിന്റെ ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത്, അതിന്റെ ശാസ്ത്രീയമായ മെത്തേഡ് എന്താണ്, അതിനുവേണ്ടി ബ്രെയിനിനെ ഏത് ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകണം.
കാരണം നമ്മളെല്ലാം ത്രിമാനതലത്തിലാണ് നിൽക്കുന്നത്, 3D ലെവലിലാണ് നിൽക്കുന്നത്, 3 ഡിമെൻഷൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. 3 ഡിമെൻഷൻസ് വിട്ട് നമ്മൾ 4th ഡിമെൻഷൻ, 5th ഡിമെൻഷൻ, 6th ഡിമെൻഷൻ, 7th ഡിമെൻഷൻ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വേറെ തലമാണ്. യു ക്യാൻ റീഡ് ദി മൈൻഡ് ഓഫ് അതേഴ്സ്. മറ്റൊരാളുടെ മനസ്സിനെ വായിക്കാൻ പറ്റും. കാരണം അവന്റെ മനസ്സിലുള്ള തരംഗമാണ് എൻ്റെ മനസ്സിലുള്ള തരംഗമാണ്, അല്ലേ? എനർജിയാണ്, ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയെ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ അവന്റെ മനസ്സിൽ കിടക്കുന്ന ഇവിടെ വരും. യു ക്യാൻ റീഡ് അതേഴ്സ് മൈൻഡ്. മെന്റലിസം അല്ല ടൈം പറയുന്നത്. മെന്റലിസം എന്ന് പറയുന്നത് അഡ്വാൻസ് ലെവൽ ട്രിക്കാണ്. മെന്റലിസം 3-4 പേരിൽ നിന്ന് ഞാൻ പഠിച്ചു. വെറും ട്രിക്കാണ്. അതൊരു എന്റർടൈൻമെന്റ് മെത്തേഡാണ്. പക്ഷേ റിയൽ മൈൻഡ് റീഡിംഗ് ഈസ് എ സൈക്കിക് എബിലിറ്റി. എക്സ്ക്യൂസ് മീ. റിയൽ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് അതൊരു സൈക്കിക് എബിലിറ്റിയാണ്. അത് ESP ആണ്. ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ലെവലിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ റൈറ്റ് ബ്രെയിനിൽ ലെഫ്റ്റ് ബ്രെയിൻ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യണം, അല്ലാതെ അത് സംഭവിക്കില്ല. പക്ഷേ വളരെ റെയർ ആയിട്ടുള്ള വ്യക്തികളിലെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും കോർഡിനേറ്റ് ആവാറുള്ളൂ. ആൻഡ് ഇഫ് യു ക്യാൻ കോർഡിനേറ്റ് യുവർ റൈറ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ വിത്ത് ലെഫ്റ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ, you will be a genius. That's what I did. Then you can study any subject. ഏത് സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാം. അതാണ് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്താ ഇങ്ങനെ അത് പഠിക്കുന്നു ഇത് പഠിക്കുന്നു, ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം എൻ്റെ പഠനങ്ങൾ അങ്ങനെ പോയാലേ എനിക്ക് തൃപ്തി വരുള്ളൂ. എന്ത് പഠിക്കാം നമ്മൾക്ക്. അത് ആ തലത്തിൽ നമ്മുടെ ബ്രെയിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാം. കാരണം ദർ ഈസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രണാളി എന്ന്. പ്രണാളി ഇത് തന്നെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞത്. ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ നമ്മളത് തൊണ്ട തൊടാതെ വീഴുന്നു. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. കാരണം ജനിച്ച് മരിക്കുന്നവരെ നമ്മുടെ ബ്രെയിനിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അത് ന്യൂറോ ലെവലിലാണ്. ന്യൂറോൺസ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ പലരും എന്ത് പറ്റും, ഒരു റിട്ടയർഡ് ലൈഫൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനെ യൂസ് ചെയ്യുക പോലും ഇല്ല. പിന്നെ അതങ്ങ് തുരുമ്പ് പിടിക്കും. യൂസ് ചെയ്തുകൊണ്ടിരുന്നാലേ ബ്രെയിനിന് അതിൻ്റെതായ ആക്ടിവിറ്റീസ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആക്റ്റീവ് പെർഫോമർ ആവണമെങ്കിൽ ബ്രെയിൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് റീഡിങ്ങോ അങ്ങനെയുള്ളൊരു ഹാബിറ്റോ അല്ലെങ്കിൽ പുതിയ പുതിയ പഠനങ്ങൾ നടത്താനോ ഒക്കെ ശ്രമം നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫ്രീക്വൻസി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ മസ്തിഷ്കവും ആ പറയുന്ന സൗണ്ട്, ആ ശബ്ദവുമായി എന്തു പറ്റും, സിങ്ക്രണൈസ് ചെയ്യും. മനസ്സിലായോ? പിന്നെ ആ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഗോട്ട് മൈ പോയിന്റ്? ഇത് തന്നെയാണ് ഇവിടെ. ആൽഫ ഫ്രീക്വൻസി കേട്ടുകൊണ്ട് നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നതും ചുമ്മാ ഇരുന്ന് ഹിപ്നോസിസ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഹൈ സജസ്റ്റബിലിറ്റി ഉള്ള ഒരാൾ മാത്രമേ ഹിപ്നോസിസിൽ ട്രാൻസിലേക്ക് പോവുള്ളൂ, അല്ലാത്തവൻ പോവില്ല. ചുമ്മാ നമ്മൾ കോടം കമത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ ഹൈ സജസ്റ്റബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ട് പോലെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ കൈ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഉറങ്ങി ഉറങ്ങി വീഴും എന്നൊക്കെ പറഞ്ഞാൽ ഹൈ സജസ്റ്റബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ കൈ ഇവിടെ വരുമ്പോഴേക്കും താനെ ഉറങ്ങി വീഴും. എന്നെ ഉറക്കി വീഴ്ത്താൻ പറ്റില്ല. കാരണം ദേ കനോട്ട് കൺട്രോൾ മൈ മൈൻഡ്. ദാറ്റ് ഈസ് ബിയോണ്ട് കൺട്രോൾ. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നാൽ അത് സാധിക്കില്ല. കാരണം ഹിപ്നോസിസിൽ ഒരാൾ, നമ്മൾ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഹിപ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യത കുറവാണ്. നിങ്ങൾ പഠിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടോ? സബുസാർ തലയാട്ടുന്നുണ്ട്. അല്ലാതെ എല്ലാവരും ഒന്നും ഹിപ്നോട്ടിസം ചെയ്ത് മയക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിന്റെ ആൽഫ ടാപ്പിംഗ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്ന സജഷൻസ് ഇറ്റ് വിൽ ഡയറക്ട്ലി ഇംപ്രിന്റഡ് ഇൻ ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നേരെ പോകുന്നത്. അവിടെ മുദ്രണം ചെയ്യപ്പെടും. മനസ്സിലായി? അവിടെയാണ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്. നമ്മളെ ഈ ബ്രെയിൻ ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കാണുക. ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം, റീവയറിംഗ് നടത്താം. ഈ റീവയറിംഗ് നടക്കുന്ന സമയത്ത്, പുതിയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ബ്രെയിൻ പുതിയ ന്യൂറോൺസ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ഷൂട്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി ഷൂട്ട് ചെയ്യും. മനസ്സിലായോ? സിനാപ്സിസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ഇങ്ങനെ നമ്മൾ ചാർജുള്ള വയർ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ നീല കളറിലൊക്കെ വൈദ്യുതി വരുന്നുണ്ടല്ലേ, പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഷൂട്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി ഷൂട്ട് ചെയ്യും. അപ്പോൾ പുതിയതൊന്നിലേക്ക് രൂപാന്തരം പ്രാപിക്കാനായിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തയ്യാറാകും. ഇതാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് അഫർമേഷൻ ഒന്നും കൊടുത്താൽ നടക്കില്ല. എല്ലാവർക്കും നടക്കില്ല, ചിലർക്ക് നടക്കും. ജന്മന അങ്ങനെയുള്ളവർ, ജന്മന ഈ ബ്രെയിൻ ഫ്രീക്വൻസിയിൽ ജനിക്കുന്ന ചില വ്യക്തികളുണ്ട്, വളരെ റെയറായിട്ട്. അവർക്കിത് നടക്കും കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ 100 പേരെ പഠിപ്പിച്ചാൽ ചിലപ്പോൾ 1-2 ആൾക്ക് ഒന്ന് കിട്ടിയ ഭാഗ്യം. 100 പേരെ പഠിപ്പിക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ വർക്ക് ചെയ്തേക്കാം. ഇതൊന്നും ചെയ്യാതെ വെറുതെ ഒരു ഹിപ്നോസിസ്, സെൽഫ് ഹിപ്നോസിസ് കേട്ടുകൊണ്ടിരുന്നാൽ ഇത് നടക്കും.
അല്ലാത്ത ബാക്കി 99 പേരുടെയും കാര്യം നടക്കില്ല. പക്ഷെ ട്രെയിനർ നടത്തിയിട്ട് ഒരാളുടെ വിജയം എടുത്ത് കാണിച്ചിട്ട് അതിന്റെ ഒരു ടെസ്റ്റിമോണിയൽ കാണിക്കുമ്പോൾ വലിയൊരു പരസ്യവും കാണുമ്പോൾ ആളുകൾ അതിന്റെ പുറകെ ഓടും. ആ കൊള്ളാം, ഇയാളാണ് ഏറ്റവും ബെസ്റ്റ്. തിരക്കുള്ളിടത്താണോ നല്ല സാധനങ്ങളുള്ളത്? ഞാൻ കൊടുക്കുന്നത് നാരങ്ങ വെള്ളമാണ്. ഞങ്ങളുടെ ജംഗ്ഷനിൽ അപ്പുറത്ത് ഒരു ബിവറേജ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ സമരം ചെയ്ത് മാറ്റിയത്. ബിവറേജിലാണോ തിരക്ക് കൂടുതൽ, നാരങ്ങ വെള്ളം കൊടുക്കുന്നിടത്താണോ തിരക്ക് കൂടുതൽ? ശ്രദ്ധിക്കുക. അപ്പൊ ആളുകൾ തിരക്കുള്ളിടത്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കരുത്. യു ഹാവ് ടു തിങ്ക് ഇൻ അനദർ വേ. നാരങ്ങ വെള്ളം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുടിക്കാൻ കുറച്ച് പേരെ വരുള്ളൂ, അതിന് യോഗ്യതയും യോഗമുള്ളവരെ വരുള്ളൂ. അതാണ് സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാല്ല കേട്ടോ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. ഐ എം ടെല്ലിങ് യു ദ ഫാക്ട്. അത്രയേ ഉള്ളൂ. അപ്പോ എന്തൊക്കെയായാലും സക്സസ് സ്റ്റോറീസും ടെസ്റ്റിമോണിയലും വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കോഴ്സുകൾ ചെയ്ത പല സിഇഒസ്, പല കമ്പനികളുടെ ഓണേഴ്സ് ഒക്കെ തന്നെ അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവർ ബിസിനസ് വർദ്ധിക്കുകയും സെയിൽസിലിരിക്കുന്ന ആൾക്കാരുടെ സെയിൽസ് വളരെ നല്ല രീതിയിൽ നടക്കുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി വൺ നോട്ടബിൾ സ്റ്റോറി, സക്സസ് സ്റ്റോറി ഈസ് ദാറ്റ് ഡോക്ടർ വെയിൻ ഡയർ, the late self-help guru and author, Dyer was a staunch believer in Silva method. അദ്ദേഹം അത് പരീക്ഷിച്ചിരുന്നു. പിന്നെ വേറെ ആളുണ്ട്, ആരാന്നറിയോ? ഒരു ആക്ടറുണ്ട് ഇത് ഫോളോ ചെയ്തത്, ടോം ക്രൂയിസ്. പിന്നെ വേറൊരാളുണ്ട് ഇത് ചെയ്ത ആള്, ഓപ്ര വിൻഫ്രി. പിന്നെ വേറൊരാളുണ്ട്, അതും ഒരു ആക്ടറാണ്, ജിം ക്യാരി. ഇവരൊക്കെ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഹയർ ലെവലിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ ദരിദ്രനായിട്ട് ജനിച്ചു എന്നുകൊണ്ട് ദരിദ്രനായിട്ട് മരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. യു ഹാവ് ദ ചാൻസ് ടു ചേഞ്ച് ദിസ് ലൈഫ്. യു ഹാവ് ഓൾ ദ ടെക്നിക്സ് ടു ഡു ദാറ്റ്. പക്ഷേ ആരും ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ വെയിൻ ഡയർ തന്നെ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം, ടെസ്റ്റിമോണിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽവ മെത്തേഡ് ബിസിനസ്സിൽ, എഡ്യൂക്കേഷനിൽ, സെയിൽസിൽ, എല്ലാ തലത്തിലും അദ്ദേഹം, അതുപോലെ തന്നെ നാസ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, നാസ എന്തായിരിക്കും ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, the Silva method has been used by NASA to train astronauts in mental visualization techniques and by the military to help soldiers cope with the stress of combat. യുദ്ധത്തിൽ വരുന്ന സ്ട്രെസ്സിനെ മാറ്റാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് മാറ്റാൻ സാധിച്ചു, സിൽവ മൈൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഇനി സിൽവ മൈൻഡ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഇംപ്രൂവ് ദർ മെമ്മറി and concentration and to reduce anxiety. ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ആൻസൈറ്റി മാറ്റാനും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. So he was really a legend. Jose Silva was really a legendary fellow. 1999 അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം ഇത് തുടർന്നു. അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു, എ ബെറ്റർ വേൾഡ്. Through Silva, though Silva passed away in 1999, his influence lives on. Let's take a closer look at the impact he has had on the world of personal development. വ്യക്തിഗതമായിട്ടുള്ള വികാസത്തിൽ അദ്ദേഹം തന്ന സംഭാവനകൾ ഇന്നും നമ്മൾക്ക് മറക്കാൻ സാധിക്കില്ല. ഇനി സിൽവ മെത്തേഡ് ടുഡേ Silva method is widely recognized as one of the most effective approaches to personal development. Thousands of certified instructors like me, I am a certified instructor, and practitioners teach the method around the world. ഈ ലോകത്ത് എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് പീപ്പിൾ ടു അച്ചീവ് ദർ ഗോൾസ് ആൻഡ് അൺലോക്ക് ദർ ഫുൾ പൊട്ടൻഷ്യൽ. അവരുടെ കഴിവിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട്, അൺടാപ്പ് ചെയ്തെടുക്കാനായിട്ട്, ബ്രെയിനിന്റെ ഫുൾ പൊട്ടൻസി ഉപയോഗിക്കാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. പക്ഷേ ഞങ്ങളുടെ കീഴിൽ വരുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ 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 പ്രൊഫൗണ്ട് ലെവലിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ദ ഹോൾ വേൾഡിൽ. അതിന് ടെസ്റ്റിമോണിയൽസും ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രൂവൺ സയന്റിഫിക് മെത്തേഡ് വിച്ച് വാസ് യൂസ്ഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ ഓൾ അറൌണ്ട് ദ വേൾഡ്. ഈ ലോകത്തെമ്പാടും ആളുകൾ ഉപയോഗിച്ച ഒന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോഴ്സാണ്. ഇതിപ്പോൾ നടത്തുന്നത് silvaindia.com ആണ്. ഇറ്റ് കംസ് അണ്ടർ ടെക്സാസിൽ, ലൊറേഡോ ടെക്സാസിൽ നിന്നുള്ള ഒരു വിങ് ആണ് silvaindia.com ആണ് ഇത് നടത്തുന്നത്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ വിഷലാഖ്യാനി ചെയ്യുന്ന കോഴ്സ് പോലും അത് ആധികാരികമല്ല, സിൽവ അൾട്രാ മൈൻഡ് ആണ്. ഇതൊക്കെ ഞാനും ചെയ്തതാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത്. പിന്നെ അവർ അൾട്രാ
മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഇതുണ്ട്. സിൽവ അൾട്രാ മൈൻഡ് സിസ്റ്റം. ഇതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ്, അൾട്രാ മൈൻഡ് സിസ്റ്റം. ഇതിനകത്തെ ടെക്നിക്കുകൾ വളരെ കുറവാണ് അൾട്രാ മൈൻഡ് സിസ്റ്റത്തിൽ. ഞാൻ കാണിച്ചു തരാം. സിൽവ ഞാൻ പറയുന്ന കോഴ്സും സിൽവ അൾട്രാ മൈൻഡ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒരു $300 കൊടുക്കണം വിഷൻ ലാഖിയാനിക്ക്. $300. എന്നാലേ അവൻ്റെ ആ കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സിൽവ അൾട്രാ മൈൻഡിൽ എല്ലാ ടെക്നിക്കും ഇല്ല. നോക്കുക, എല്ലാ ടെക്നിക്കും ഇല്ല. സിൽവ കോഴ്സിൽ ഇത്രയും ടെക്നിക്കുകൾ പഠിക്കുമ്പോൾ സിൽവ അൾട്രാ മൈൻഡിൽ മെന്റൽ സ്ക്രീൻ, 3 സെൻസ്, ASP പ്രൊജക്ഷൻ, മെന്റൽ വീഡിയോ, സൈക്കോമെട്രി മാത്രമേ വരുന്നുള്ളൂ. The first one is what I am representing. Silva course. Kando. Sleep away control, pain and emergency, mental screen, 3 finger, habit control, 3 scenes, mirror of the mind, glass of water, hand levitation, dream control, lab and counselors, ESP projection and gaze working, mental video, psychometry, holo viewing, psychokinesis, magnetization, subjective communication, delta projection. ഇത്രയും വരെ ബേസിക് ലെവലാണ്. ഇത് അഡ്വാൻസ് ലെവലാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരാളായിരുന്നു ഹോസെ സിൽവ. അദ്ദേഹത്തിന്റെ മകള് ലോറ സിൽവ ഇപ്പോൾ അത് നടത്തുന്നുണ്ട്. അതിൻ്റെ അണ്ടറിലാണ് ഞാൻ വരുന്നത്. വേറെയും കുറെ ആൾക്കാർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ചില മക്കള്, ആൺമക്കളും ഒക്കെ തന്നെ സിൽവ അൾട്രാ മൈൻഡ് ESP എന്നൊക്കെ പറഞ്ഞിട്ട് 2000 തുടങ്ങിയത്. സിൽവ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സിൽവ സിസ്റ്റം, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966, ദ ഒറിജിനൽ വേർഷൻ വിച്ച് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ഹോസെ സിൽവ. ബട്ട് അൾട്രാമൈൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോലും 2000, 24 വർഷമായിട്ടുള്ളൂ. 2000 എവിടെ കിടക്കുന്നു? 1966 എവിടെ കിടക്കുന്നു? ദിസ് ഇസ് ദ ഒറിജിനൽ വൺ. അതിനുശേഷം ഒരുപാട് പേര്, ലൂയിസ് റോമിയോ, അലക്സ് ഗോൺസാലസ്, ജോ ജൂനിയർ, അതായത് സിൽവ, ഹോസെ സിൽവയുടെ മകനാണ് ജോ ജൂനിയർ എന്ന് പറയുന്നത്. അങ്ങനെ അനേകം പേര്, ശിഷ്യന്മാരും ശിഷ്യകളും ഒക്കെ വന്നിട്ട് ഇത് അങ്ങോട്ട് സിൽവ അൾട്രാമൈൻഡ് ESPയിൽ മാത്രമായിട്ട് ഒതുക്കി. അതെല്ലാം ഫേക്ക് ആണ്. ഒറിജിനൽ എന്ന് പറയുന്നത് silvaindia.com-ലാണ് കിടക്കുന്നത്. ഇത് പഠിപ്പിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ടറായിട്ട് അവർ അനുമതി തന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. ബിക്കോസ് ഐ ക്യാൻ ഡു ദിസ്. ഓക്കെ, ഇതാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ഈ ടെക്നിക്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ലിപ്പ്, ചെറിയ ഒരു ഫ്ലിപ്പ്, എന്തെങ്കിലും നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുന്ന എന്തോണ്ടോ? ഒരു മെഡിറ്റേഷന്റെ ഒരു സ്ലൈസോ? തീർച്ചയായിട്ടും നമ്മൾക്കത് വേണമെങ്കിൽ അനുഭവിക്കാൻ ഒരു അവസരം തരാം. കുഴപ്പമില്ല. ഇഫ് യു ആർ റെഡി, ഐ ആം റെഡി ടു ഗിവ് ദാറ്റ്. യെസ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ സാറേ. എല്ലാവരും മ്യൂട്ട് ആക്കുക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, യെസ്. ഓക്കെ, ഫൈൻ. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തിയിരിക്കുക. നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ നോർമൽ ബ്രീതിങ്. Take 3 deep breaths. Inhale very deeply. Exhale very deeply. Once again, inhale very deeply. Exhale very deeply. Once again, inhale very deeply. Exhale very deeply. Now concentrate on your body. Relax your scalp. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഭാഗം പൂർണ്ണമായി റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുകൾ, ചെവികൾ, മൂക്ക്, ചുണ്ടുകൾ എന്നിവ പൂർണ്ണമായി റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് യുവർ നെക്ക് ഏരിയ. നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗം പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. റിലാക്സ് യുവർ റൈറ്റ് ഷോൾഡർ ആൻഡ് ലെഫ്റ്റ് ഷോൾഡർ. നിങ്ങളുടെ വലത് തോൾഭാഗവും ഇടത് തോൾഭാഗവും റിലാക്സ് ചെയ്യുക. റിലീസ് ഓൾ ദ ടെൻഷൻസ് ഫ്രം ദ മസിൽസ് ആൻഡ് ടെൻഡൻസ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും അയച്ചു വിട്ടുകൊടുക്കുക. റിലാക്സ് യുവർ റൈറ്റ് ആം. റിലാക്സ് യുവർ ലെഫ്റ്റ് ആം.
വലത് കൈ ഇടത് കൈ പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. റിലീസ് ഓൾ ദ ടെൻഷൻസ് ഫ്രോം ദ മസിൽസ് ഓഫ് യുവർ ഹാൻഡ്സ്, റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്. Relax, relax and relax. Now relax your chest area. മാറിടത്തിന്റെ ഭാഗം പൂർണ്ണമായി റിലാക്സ് ചെയ്യപ്പെടട്ടെ. Your respiratory system, your heart is relaxing right now. Relax your stomach area. ഉദരഭാഗത്തെ പേശികളെ പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നൗ റിലാക്സ് യുവർ ഹിപ്പ് ഏരിയ. അരക്കെട്ടിന്റെ ഭാഗം പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. എല്ലാ മസിലുകളെയും അയച്ചു വിട്ടുകൊടുക്കുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. വലത് കാൽ റിലാക്സ് ചെയ്യുക. വലത് തുട, വലത് കാൽമുട്ട്, വലത് കാൽപാദം പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. റിലീസ് ഓൾ ദ ടെൻഷൻസ് ഫ്രം ദ മസിൽസ് ഓഫ് യുവർ റൈറ്റ് ലെഗ്. വലതു പാദം, വലത് കാൽമുട്ട്, വലത് കാൽ മൊത്തത്തിൽ പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്. ഇടത് കാൽപാദം, ഇടത് കാഫ് മസിൽസ്, ഇടത് മുട്ട് അഥവാ നീസ് പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. Feel the relaxation on your whole body from head to toes. ശിരസ് മുതൽ പാദങ്ങൾ വരെ പൂർണ്ണമായും നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ് ചെയ്യുന്നത് സ്വയം അനുഭവിച്ചറിയുക. കേൾക്കുന്ന ഓരോ ശബ്ദവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കേൾക്കുന്ന ഓരോ ശബ്ദവും വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. പത്ത് മുതൽ 1 വരെ പിറകിലോട്ട് എണ്ണുന്നു. 10 to 1. 1 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടക്കും. Slowly calm down and come down to the deepest level. 9. Going into the deepest level. 8. Going to the deepest level. 7. Again to the deepest level. 6. Again to the deepest level. 5. Again to the deepest level. 4. To the deepest level. 3. Into the deepest level. 2. മനസ്സിന്റെ ഏറ്റവും ആഴത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. 1. നാം ഇപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് എത്തിച്ചേർന്നു. നാം കേൾക്കുന്ന ഓരോ ശബ്ദവും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ നയിച്ചു. ശരീരവും മനസ്സും ഒരുപോലെ വിശ്രാന്തിയിലേക്ക് കടന്നു. എൻജോയ് ദിസ് റിലാക്സേഷൻ. ഈ വിശ്രാന്തി പൂർണ്ണമായി ആസ്വദിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള
ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. നമ്മുടെ മനസ്സിൽ നാം അനുഭവിച്ച സന്തോഷവും ആവേശവുമെല്ലാം മനസ്സിൽ പൂർണ്ണമായും ഒരു കളർ ചിത്രം പോലെ, ഒരു മൂവി പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു നിമിഷമാകാം. നിങ്ങൾക്ക് ആദ്യത്തെ കുട്ടി പിറന്നതാകാം. നിങ്ങളുടെ ആദ്യത്തെ പ്രണയമാകാം. ആ വികാരം മനസ്സിൽ കൊണ്ടുവന്നു ചെറിയൊരു പുഞ്ചിരി മനസ്സിൽ. Enjoy the energy of smile. പുഞ്ചിരിയുടെ ഊർജ്ജത്തെ പൂർണ്ണമായി നമ്മുടെ ശരീരത്തിലും മനസ്സിൽ അനുഭവിക്കുക. നമ്മുടെ വലത് കൈയിൻ്റെ ഇൻഡെക്സ് ഫിംഗറും തമ്പും അഥവാ ചൂണ്ടുവിരലും നമ്മുടെ തള്ളവിരലിൻ്റെ ഭാഗവും ഒന്ന് ചേർന്ന് ഞാൻ 1, 2, 3 എന്ന് 3 തവണ പ്രസ് ചെയ്യുക. 1 പ്രസ് ചെയ്യുക, 2 പ്രസ് ചെയ്യുക, 3 പ്രസ് ചെയ്യുക. ഇനി നമ്മുടെ വലത് കൈ പൂർവ്വസ്ഥിതിയിൽ വയ്ക്കുക. വെരി നോർമൽ. Feel the relaxation on your whole body. Totally happy. നിങ്ങൾ വളരെ സന്തോഷവാനും സമാധാനവും അനുഭവിക്കുന്ന ഒരാളായി മാറിയിരിക്കും. ജീവിതത്തിൽ ഇനി നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. അതിന് തയ്യാറായിരിക്കും. ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞതയാണ്. നാമുമായി പത്രത്തിൽ വന്ന ആൾക്കാർക്ക് നന്മ വരട്ടെ എന്ന് ഫോർഗീവ്നെസ്സോടുകൂടി പ്രാർത്ഥിക്കും. Let your enemy be blessed with dignity. Let them be blessed with happiness, prosperity and abundance. അവർക്ക് നന്മ മാത്രം വരട്ടെ. A words of gratitude to the universe. പ്രപഞ്ചത്തോട് നന്ദി അർപ്പിക്കുക. താങ്ക് യു, താങ്ക് യു ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നേട്ടങ്ങൾക്കും ഞാൻ അകമഴിഞ്ഞ നന്ദി പ്രപഞ്ചത്തെ അറിയിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാവകാശം, വളരെ സാവകാശം. ഇനി എപ്പോഴെല്ലാം നമുക്ക് സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പും ചേർന്ന് 3 തവണ പ്രസ് ചെയ്യാൻ ആരംഭിക്കുക. സാവകാശം, വളരെ സാവകാശം. ഈ ധ്യാനാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. going to count from 1 to 10. When you will hear 10, you will open your eyes, big smile on your face with good health and happiness. 1. Slowly, slowly. Slowly, slowly coming up, up. 3. Again coming up and up. 4. Again. പതുക്കെ പതുക്കെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. 4, 5, 6, 7. Be aware of your body. 8. Be aware of your mind. 9.
Be aware of all the surroundings and all the sounds. 10. Please open your eyes with a great smile on your face. സാവകാശം, വളരെ സാവകാശം നാം കണ്ണുകൾ തുറന്നുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഈ പ്രപഞ്ചത്തെ കാണുക. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, നമ്മൾക്ക് മെഡിറ്റേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ആൽഫ ടാപ്പിംഗ് മ്യൂസിക് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ആൽഫ ഫ്രീക്വൻസി സൗണ്ട് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേട്ടത്. കേൾക്കാൻ സാധിക്കുമായിരുന്നല്ലോ അല്ലേ സാബു സാറേ? കേൾക്കുന്നില്ലായിരുന്നു? ഓക്കെ, ഇത് ഹോസെ സിൽവയുടെ മെത്തേഡ്. ഇതാണ് ഹോസെ സിൽവയുടെ മെത്തേഡ്. അതിൽ ആൽഫ ഫ്രീക്വൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ആൽഫ ഫ്രീക്വൻസിയിൽ ഇരുന്നിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. ആദ്യമൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ ചില ട്രോമാസ് ഉള്ളവർ, ഇപ്പോൾ പങ്കാളിയുമായിട്ട് പിരിഞ്ഞിരിക്കുന്നവർ, പങ്കാളി മരിച്ചു പോയവർ, അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലൊക്കെ ട്രോമ അങ്ങനെ അനുഭവങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ വരാം. അനേകം ശത്രുത മനസ്സിൽ വെക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതൊക്കെ പുറത്ത് കളഞ്ഞിട്ടേ ഈ ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിനെയെല്ലാം പുറന്തള്ളിയതിന് ശേഷമാണ് ഈ പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കേണ്ടത്. പഴയ സോഫ്റ്റ്വെയർ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിനെ പുറന്തള്ളിയിട്ട് വേണം പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കാനായിട്ട്. മനസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മനസ്സിലിപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു നെഗറ്റിവിറ്റി ആണ് എന്നിരിക്കുക, ഇത് നമ്മുടെ മനസ്സാണ്, ഇതിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബ്ലാക്ക് കളർ. ഈ നെഗറ്റിവിറ്റിയെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഇവിടെ വരും. ഇത് കള പറിച്ച് കളയാതെ ഇങ്ങനെ ഇടുന്ന പോലെയാണ്. കള ചെറുതായിട്ട് പറിച്ച് കളഞ്ഞിട്ട് വെറുതെ വിളനിലോട്ട് എന്ത് പറ്റും? കള വീണ്ടും അവിടെ മുളച്ചു വരും, വീഡ്സ് അത് വരും. ഇനി അതേസമയം അവിടെ നമ്മളൊരു പോസിറ്റിവിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, നെഗറ്റിവിറ്റിയെ മാറ്റിയിട്ട് പോസിറ്റിവിറ്റിയെ നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. കാരണം ആ പ്രീവിയസ് സോഫ്റ്റ്വെയർ, നേരത്തെ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട്, നെഗറ്റീവ് സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെയാണ്, നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ശരിക്കും മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മളുടെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ആൽഫ ലെവലിൽ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് ഇഫക്റ്റീവ്നെസ് കിട്ടുക. അപ്പോൾ അത് ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇത് റിസർച്ച് തെളിയിച്ചിട്ടുള്ളതാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. യൂണിവേഴ്സിറ്റീസ് ഒക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ട് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ കോഴ്സൊക്കെ ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്ന് അതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സ് നമ്മൾ ഓൺലൈനിൽ 14 days ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, 14 ദിവസമായിട്ടായിരിക്കും. അതുകൊണ്ട് അത് ഓരോ മെത്തേഡും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. ഓഫ്ലൈനിൽ നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് പഠിപ്പിക്കും. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും വീണ്ടും ഒരു 14 to 21 days. ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഡബിൾ ബോണസ് ആണ്. അവർക്ക് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യാം, ഓൺലൈൻ അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ മാത്രം അറ്റൻഡ് ചെയ്യാം, കുഴപ്പമില്ല. രണ്ടും ഇഫക്റ്റീവാണ്, രണ്ടും ഇഫക്റ്റീവ് തന്നെയാണ്. രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഈ എല്ലാ മെത്തേഡ്സും പഠിച്ചെടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. പഠിച്ചുകൊണ്ട് മാത്രമല്ല, അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസം നിങ്ങളുടെ കൂടെ ഇരുന്ന് സംവദിക്കുകയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റി തരികയും ചെയ്താൽ മാത്രമാണ് അത് ഇഫക്റ്റീവ്നെസ് കൂടുകയുള്ളൂ അതിൻ്റെ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ മനസ്സിനെ പൂർണ്ണമായിട്ട് റീവയർ ചെയ്യുന്ന ടെക്നിക്കാണ്, റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. പിന്നെ എക്സ്ട്രാ ബോണസുകളൊക്കെ ഉണ്ടാവും, അത് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക താല്പര്യമുള്ളവർ. ജൂലൈ 15 തീയതി മുതലാണ് ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഇപ്പോൾ പ്ലാനിങ്ങിലുള്ളത്, ഓൺലൈനിൽ. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കാണണമെങ്കിൽ അത് കഴിഞ്ഞവർക്ക് ഓഫ്ലൈനിൽ നമ്മൾക്ക് മീറ്റ് ചെയ്യാം. നമ്മൾക്ക് എറണാകുളത്ത് കല്ലൂർ റിന്യൂവൽ സെൻറ്ററിലോ എവിടെയെങ്കിലും നമ്മൾക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. ബട്ട് യു വിൽ ഹാവ് ടു പേ എക്സ്ട്രാ ഫോർ ഇറ്റ്, കാരണം അതിന് ചിലവുകളുണ്ട്. അതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായി ചോദിക്കാനോ, ഈ ടെക്നിക്കിനെ കുറിച്ചോ, നമ്മളിപ്പോൾ കേട്ട ടോപ്പിക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാബു സാർ, ഞാൻ സംശയം ചോദിക്കട്ടെ. സാറിന്റെ ക്ലാസ് ഇംഗ്ലീഷിലാണോ അതല്ല നോൺ കേരളൈറ്റ്സിന്
അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? മലയാളം ഇംഗ്ലീഷിലല്ലോ ക്ലാസ്? ഞാൻ മലയാളത്തിൽ മംഗ്ലീഷിലാണ് ചെയ്യുന്നത് സാറേ. കാരണം മംഗ്ലീഷില് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ നടത്തുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ മലയാളം അറിയാത്ത ഒരാൾക്ക് അത് കംപ്ലീറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ മംഗ്ലീഷ് ആവുമ്പോ? തീർച്ചയായിട്ടും ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ ഇംഗ്ലീഷിലാണല്ലോ നമ്മുടെ പവർ പോയിന്റ് എല്ലാം വരുന്നത്. ഓക്കെ ഗുഡ് 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 ഗുഡ്. അപ്പൊ ഇംഗ്ലീഷിലാണ് പവർ പോയിന്റ് എല്ലാം വരുന്നത്. സാർ എന്റെ ഒരു റിസർച്ച് സ്കോളർ ആ. എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ. ഞാൻ ആ ഫീൽഡിൽ റിസർച്ച് ഒരു PhD ഗൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി അപ്പൊ ഗുഡ്. അവൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിൽ ഈ സിൽവ തീർച്ചയായിട്ടും മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു തീർച്ചയായിട്ടും. ഐഡിയ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ. അത് സംബന്ധമായ 1-2 പുസ്തകം പറയാൻ പറ്റും സാറേ? ഈ സിൽവ മെത്തേഡിൽ ആ. അതിനായിട്ടുള്ള പുസ്തകം ഉണ്ടോ? പർട്ടിക്കുലർലി ഈ എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ലേണിംഗും ടീച്ചിങ്ങും ഒക്കെ തന്നെ ഇതിനകത്ത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. കുട്ടികൾക്ക് വരെ അറ്റൻഡ് ചെയ്യാതെ. ഓക്കെ ഒരു ഗുഡ് 14 വയസ്സുള്ള കുട്ടിക്ക് 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് വരെ തുടങ്ങി ഇത് അറ്റൻഡ് ചെയ്യാം. കാരണം ഓക്കെ. അവർക്കത് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു 15 വയസ്സിന് മുമ്പ് അവരെ നമ്മൾ വാർത്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് 15 വയസ്സ് വരെയാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം തോന്നിയേക്കാം. ബട്ട് അഗെയിൻ അതും വർക്ക് ചെയ്യും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമ്മൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് ജഡ്ജ്മെന്റലോ. കാരണം നമ്മളെ പഴയ സംഗതികളൊക്കെ അൺലേൺ ചെയ്തിട്ട് പുതിയ സംഗതികൾ ലേൺ ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ പഴയ കൺസെപ്റ്റ് ഒക്കെ മൊത്തം വലിച്ചെറിയേണ്ടി വരും. അതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രായമുള്ള ആൾക്കും ഏത് പ്രായത്തിലുള്ള ആൾക്കൊക്കെ ചെയ്യാം. ബട്ട് അത് പഠിക്കാനുള്ള മെന്റാലിറ്റിയും ഒരു റിസർച്ച് മെന്റാലിറ്റിയും അത് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക്, ഒരു എഫേർട്ട് ഇടാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ ഉറങ്ങിപ്പോവും ഇതിന്റെ ശരിയായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ. ഹൈലി റിലാക്സ്ഡ് ആവും. ഹൈലി റിലാക്സ്ഡ് ആകുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഫ്രീക്വൻസി താഴുകയാണ്. അപ്പോഴാണ് ഹൈലി റിലാക്സ്ഡ് ആവുന്നത്. അപ്പോൾ മനസ്സിലേക്ക് കൊടുക്കുന്ന സജഷൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലാത്തൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ ഓൺലൈന് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഡൽഹിയിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, എന്റെ സ്കോളർ ആണ്. അപ്പൊ അയാളെ ഞങ്ങൾ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് സാർ ഒരു ഡീറ്റെയിൽ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഗ്രൂപ്പിലാണോ, വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണോ? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് ഇടാം. എന്റെ നമ്പർ വേണമെങ്കിൽ തരാം, കുഴപ്പമില്ല. സാറേ നമ്പർ കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ, 9349922207. ഓക്കെ, ഒന്നുകൂടി പറയും സാർ. 9349922207 ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 22207. യെസ് യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സാർ ഒരു സംശയമുണ്ട്. പറഞ്ഞോളൂ. ഒരു വ്യക്തി ആൽഫ സ്റ്റേജിൽ എത്തി എന്ന് അയാൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അത് ഹൈലി റിലാക്സ്ഡ് ആവും. ചില വ്യക്തികൾക്ക് ചിലപ്പോൾ മെന്റൽ ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ അധികം നേരം ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ അത് ആദ്യം പഠിക്കണം. നമ്മൾ പ്രാക്ടീസ് ആ തലത്തിലേക്ക് കൊണ്ടുപോയിട്ടേ അടുത്ത ലെവലിലേക്ക് വിടുകയുള്ളവരെ. അതിനാണ് കറക്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ വേണമെന്ന് പറയാൻ കാരണം. ഇതിപ്പോ നമ്മൾ ചില ആൾക്കാർ ഇത് ബണ്ടിലായിട്ടൊക്കെ വെറുതെ ചുമ്മാ തരും. അതിനകത്തൊന്നും ചെയ്തിട്ട് നമ്മൾ അത് സ്വയമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല ഇത് പലർക്കും. ഇത് എന്നെ പോലെ റിസർച്ച് ചെയ്യുന്നവരാണ് അത് കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കുക. അല്ലാത്തവരൊക്കെ ഇത് നമ്മൾ മഗ്ഗിങ് ആയിട്ട് കൊടുത്താലേ പഠിക്കുകയുള്ളൂ, സ്പൂൺ ഫീഡിങ് ആയിട്ട് കൊടുത്താലേ പഠിക്കുകയുള്ളൂ. അതാണ്. എപ്പോഴും ഒരു ഗൈഡഡ് അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോഴാണ് പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും അവിടെ ഒരു കോച്ചിങ് ആൻഡ് മെന്ററിങ് ആവശ്യമാണ് ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ലൈഫിൽ. അല്ലെങ്കിൽ ഇത്രമാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിന് മുമ്പേ നമുക്ക് സ്കിപ്പായി പോകാനുള്ള സാധ്യത വളരെ. അതെ. അതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലോങ് ടേം ആയിട്ട് കോഴ്സും കൊടുക്കുന്നത്. അത്രയും നാൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവർ ആ തലത്തിലേക്ക് ഉയരും. അവരെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും. ഏകദേശം കോവിഡ് കാലത്ത് ബിനോയ് സാറിന്റെ ക്ലാസ്സുകൾ ആ കോവിഡ് കാലത്തിന്റെ അത്രയും ലെങ്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ 3 മാസമൊക്കെ ഉണ്ടായിരുന്നു എന്റെ കോഴ്സുകൾ. ചോദിച്ചിട്ടുണ്ട്. കോഴ്സ് ഫീ വരുന്നത് ഓൺലൈൻ കോഴ്സിന് വരുന്നത് 5000 ആണ് പെർ പേഴ്സൺ വരുന്നത്. കാരണം ഇത് അതിന്റെ ഒരു ഏറ്റവും മിനിമമാണ്. ശരിക്കും ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു 25,000 നിങ്ങൾ കൊടുക്കാതെ ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഇന്റർനാഷണൽ മെത്തേഡാണ്, ഇന്റർനാഷണൽ ലെവൽ കോഴ്സാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റിൽ അംഗീകൃതമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊവൈഡറാണ് ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല എന്നുള്ളൂ. ഇറ്റ്സ് ഓൾറെഡി ഇത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏത് രാജ്യത്തും ഉപയോഗിക്കാം.
ഇനി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും പ്രാക്ടീഷണർ ലെവലാണ്. പ്രാക്ടീഷണർ ലെവലാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പഠിക്കാൻ പറ്റുകയുള്ളൂ, പഠിപ്പിക്കാനൊക്കില്ല. പഠിപ്പിക്കണമെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി തന്നെ പഠിപ്പിക്കണം എന്നാണ്. ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലാണ് പിന്നെയും പൈറസിയൊക്കെ ഉള്ളത്. ഇംഗ്ലീഷുകാരൊക്കെ അവർ വ്യക്തമായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻസ്ട്രക്ടർ ലെവലിൽ എനിക്ക് അത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അല്ലാതെ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ശരി. ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ റൂൾസ്. കോപ്പിറൈറ്റ് വയലേഷൻ ഒക്കെ ഉണ്ടാവും. ഒരു ഇടവേളയ്ക്ക് ശേഷം ബിനോയ് സാറിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച ടോമി സാറാണ്. ടോമി സാർ പ്ലീസ്. ടോമി സർ, വളരെ സന്തോഷമുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു. ഒത്തിരി ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സാറിന്റെ ഈ പുതിയൊരു മെത്തേഡ് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ സാറിന് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ, ഞാനൊരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടെ അതിന്റെ ഇടയിൽ. സാറ് ബീറ്റ സ്റ്റേജ്, ആൽഫ സ്റ്റേജ്, തീറ്റ സ്റ്റേജ്, ഡെൽറ്റ സ്റ്റേജ്, 4 സ്റ്റേജ് പോലെ എബോവ് 20 ബീറ്റ സ്റ്റേജിലേക്ക് പോകും. 7 to 14 എബോവ് 14 ശരിക്കും ബീറ്റ സ്റ്റേജ് ആണ്. അപ്പൊ എന്റെ അപ് ടു ഒരു 21 വരെ നമ്മൾ 21 വരെ നമ്മൾ വലിയ പ്രശ്നമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. 21-ന് മേലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൂടുന്ന അവസ്ഥ, ഇൻസാനിറ്റി, ബോധമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയാണ് കുറച്ചുകൂടി ഹയർ ബീറ്റ ലെവൽ എന്ന് പറയുന്നത്. ഭ്രാന്തമായ അവസ്ഥ എന്ന് പറയാം അല്ലെ? ഭ്രാന്തമായ ഇൻസാനിറ്റി, ഭ്രാന്തമായ അവസ്ഥ, ഉന്മാദ അവസ്ഥ എന്നൊക്കെ പറയില്ലേ? ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വരുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളില്, അതുപോലെ തന്നെ ഉന്മാദ അവസ്ഥയിലുള്ള പാരനോയ, അതുപോലെ തന്നെ ഉള്ള സ്കിസോഫ്രീനിയ ഒക്കെ ആയിട്ടുള്ള രോഗികളിലൊക്കെ സൈക്കാട്രിക് പേഷ്യൻസിൽ ഈ ലെവലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങാൻ ബീറ്റ സ്റ്റേജ് തന്നെയാണ്. അതെ. ആ ബീറ്റ സ്റ്റേജ് ഏറ്റവും ഹയർ ലെവലിൽ പോയ പണിയാണ്. ഹയർ ലെവലിലുള്ള ആളുകളെ ലോവർ ലെവലിലേക്ക് കൊണ്ടുവന്നൂടെ നമുക്ക്? പിന്നെ ഞാൻ ചെയ്യാറുണ്ടല്ലോ. എത്രയോ പേര് ഡിപ്രഷനിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് നന്നായിട്ട്, അത് ഞാനൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലാണ് ചെയ്യുന്നത്. എനർജി ആണല്ലോ, എനർജി ഹീലിങ്ങും ഈ മെത്തേഡും എല്ലാം ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആളുകൾക്ക് അവർ റിലാക്സേഷനിലേക്ക് വരും. അവരിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ അവർ പറയും, വളരെ 3 മാസമൊക്കെ ഉറങ്ങാതിരുന്ന ആൾക്കാർ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. കാരണം നമ്മൾ ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ, ഡ്രഗ്സ് ആണ്, ഷെഡ്യൂൾഡ് എച്ച് ഡ്രഗ് ആണ് നമ്മൾ ശരിക്കും സൈക്കാട്രിക് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അത് മരുന്നാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ലെവൽ ഒരു സ്കിസോഫ്രീനിയക്കോ അല്ലെങ്കിൽ പാരനോയൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബൈപ്പോളാർ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ഒക്കെ തന്നെ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. മരുന്ന് എടുക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് ആവശ്യമാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നും മനുഷ്യന് ദോഷം ചെയ്യുന്നുണ്ട്. അതാണ് അഡിക്ഷൻ വരും. കാരണം ഇതും ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാവും. ഇതില്ലാതെ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ നോക്കുക, സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ പിന്നെ അതില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ വേക്ക് ആൻഡ് അവേക്ക് കൺട്രോൾ ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ഒരു സ്ലീപ്പിംഗ് പിൽസിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അതിനുള്ള മെത്തേഡ് നമ്മൾ പഠിക്കും, നമ്മൾ അതിൽ ട്രാക്കിലാവും. നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ കിടന്നു ഒരു ദീർഘശ്വാസം എടുത്ത് ആൽഫ ലെവലിലേക്ക് പോകുന്ന തലത്തിലാവും. അതായത് എപ്പോഴും ബ്രെയിൻ ആൽഫ ലെവലാകുന്ന ട്രാക്കിലാവും നമ്മൾ. പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. അങ്ങനെ വേണം. ആ തലത്തിലേക്ക് വരുന്ന പിന്നെ ഡിപ്രഷനൊന്നും നമ്മൾ തൊടുപോലുമില്ല. നമ്മൾ അപ്പം തന്നെ എന്തെങ്കിലും തോന്നി അപ്പം തന്നെ ഈ ലെവലിലേക്ക് വന്നിട്ട് നമ്മൾ സജഷൻസ് കേട്ട്, അതൊക്കെ ഞാൻ റെക്കോർഡഡ് മെസ്സേജ് തരാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളതുകൊണ്ട്. അത് കേട്ടുകൊണ്ട് നമ്മളിരുന്ന ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും പോസിറ്റീവായിട്ട്. സനൂപ് എന്താ പറയൂ? സനൂപ് സാർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ സനൂപ്. സാർ, ഈ ഡോക്ടർ ജോ ഡിസ്പെൻസറുടെ ബുക്സ് ഇപ്പൊ കറന്റ് ഞാൻ വായിക്കുന്നുണ്ട് സാർ. അതിലും ഈ സെയിം സിൽവ മെത്തേഡ് തന്നെയാണ് പറയുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇതിലും പറയുന്നുണ്ട്. അതെ. അവരും ഇതിൽ നിന്നൊക്കെ ചൂട് പിടിച്ചിട്ടാണ് കയറിപ്പോയത്. അദ്ദേഹത്തിന്റെ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ ജോ ഡിസ്പെൻസറുടെ ഒക്കെ. കറന്റ് ആളുടെ കുറെ വീഡിയോസ് കാണുമ്പോൾ കൂടുതലും ന്യൂറോ സയൻസ് ഒക്കെയാണ് പറയുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതെ, ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. സാറ് പറയുന്ന എല്ലാ കാര്യവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പുസ്തകം വെച്ചിട്ട് പറയുമ്പോൾ. അതെ, ഇതൊക്കെ ബ്രെയിൻ സൈക്കോളജിയാണ്. അതെ, ന്യൂറോ സയൻസ്. പിന്നെയുണ്ട്, ഇനി അഡ്വാൻസ് ലെവലുണ്ട് കേട്ടോ. നമ്മൾ ഇത് ബേസിക് ലെവലാണ്. അഡ്വാൻസ് ലെവലിൽ വരുമ്പോൾ ഷിസൈൻ മെഹാലിയുടെ ഫ്ലോ തിയറി ഒക്കെ വരുന്നുണ്ട്. അതായത് ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവൽ പറഞ്ഞിട്ടില്ല ഇവിടെ, അത് ഗാമ ലെവലാണ്. സിൻക്രോ മാട്രിക്സ് ഒക്കെ വരുന്നതാണോ? സിൻക്രോ മൈൻഡ് മെട്രിക്സിലൊക്കെ ഞാൻ അത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അത് 200 ഹെർട്സിന് മേലെ പോകാം. പല ഫ്രീക്വൻസീസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോ ലെവൽ, ബീയിങ് ഇൻ ദ സോൺ ലെവൽ എന്നാണ് അതിന് പറയുന്നത്.
ഷിസൈൻ മെഹാലിയുടെ ടെക്നിക്കാണ് ദ ഫ്ലോ തിയറി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിലാണ് റിസർച്ച് നടത്തിയത് സ്റ്റീവൻ കോട്ട്ലർ പീക്ക് പെർഫോമൻസ് ട്രെയിനിങ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മൈൻഡ് വാലിയിലെ സ്റ്റീവൻ കോട്ട്ലറുടെ. ഇനി ഞാനിപ്പോൾ അതിന്റെ ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത്, പക്ഷേ നല്ല എമൗണ്ട് അങ്ങ് കൊടുക്കണം. സ്റ്റീവൻ സാർ കോട്ട്ലർ പക്ഷെ ഇത് സാറ് പറഞ്ഞ മാതിരി എല്ലാവരും ഇത് യൂട്യൂബിൽ അത് ഇതൊക്കെ ആയിട്ട് വേറൊരു വഴിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ ലോ അതെ ഓഫ് അതെ അട്രാക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട്. അതെ ആക്ച്വലി അതെ ഇതിന്റെ ന്യൂറോ സയൻസ് ആർക്കും മനസ്സിലാവണില്ല. ന്യൂറോൺസ് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ്. അതെ അതെ അത് നമ്മളുടെ ഓരോ ഓക്കെ ലിംബിക് ബ്രെയിൻ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ അറിയണം. അതായത് നമ്മുടെ ഇമോഷന്റെ കേന്ദ്രമാണ് ലിംബിക് ബ്രെയിൻ. അതെ അതിനെ നമ്മൾ ആക്സസ് ചെയ്താലേ നമ്മൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ അതിന്റെ അതെ അഡ്വാൻസ് ലെവലാണ്. ഞാൻ ഇപ്പോൾ ഉഷ സ്കൂളിൽ ചെയ്ത പീക്ക് പെർഫോമൻസ് ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ലെവലിൽ അതിന്റെ ഒരു മീഡിയം ലെവലിലുള്ള കൊടുത്തു. ബേസിക് ലെവലും നെക്സ്റ്റ് ലെവലും. തേർഡ് ലെവൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ലെവലാണ്. അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെക്കൻസി കമ്പനിയിൽ, അതുപോലെ തന്നെ നേവി സീൽസ് ഉണ്ടല്ലോ, US നേവി സീൽസിൽ, അതുപോലെ തന്നെ ഈ വളരെ ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്നൈപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 450% വരെ മാറ്റങ്ങൾ കണ്ടു എന്നാ പറയാം. അവർ കാശ് മുടക്കിയൊക്കെ അവരുടെ എംപ്ലോയീസിനെ പഠിപ്പിക്കും. അല്ല സാർ, ഈ ഇമോഷൻസ് വെച്ചിട്ടല്ലേ സാർ? ഇമോഷൻ അതെ, ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടല്ലേ? ഇമോഷൻസ് നമ്മളെ മെന്റലി വിഷ്വലൈസ് ചെയ്യിച്ചിട്ട് പിന്നെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഫ്രീക്വൻസി മാറണം. ബ്രെയിനിന്റെ ഫ്രീക്വൻസി വേറെ തലത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. അതെ. അതാണ്. അപ്പോ നമ്മളിപ്പോ നമ്മളിപ്പോ സാധാരണ കേൾക്കുന്ന എല്ലാവരും മൈൻഡ് പവറും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞ ഫ്രീക്വൻസി ചേഞ്ച് സത്യത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇഫക്റ്റീവ്നെസ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഇഫക്റ്റ്. അതുകൊണ്ടാണ് എല്ലാവരും മൈൻഡ് പവർ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ആരും മൈൻഡ് പവർ കേൾക്കാത്തവരോ അത് ഒരിക്കലെങ്കിലും രുചിക്കാത്തവരോ അല്ല. പക്ഷെ ആ ചേഞ്ച് വരാത്തത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ് കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ്. പെട്ടെന്ന് കിട്ടണം, കുറുക്കു വഴികൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കി. അതായത് അതെ അതെ ബ്രെയിൻ ഹാക്കിംഗ് മെത്തേഡ് ഉണ്ട്. അഡ്വാൻസ് ലെവലുള്ള ബ്രെയിൻ ഹാക്കിംഗ് മെത്തേഡ്, ബോഡി ഹാക്കിംഗ് മെത്തേഡ്, ഇതെല്ലാം എൻ്റെ ഉണ്ട്. അത് ഹയർ അഡ്വാൻസ് ലെവലാണ്. പീക്ക് പെർഫോമൻസിലാണ് അത് കൊടുക്കുക. സ്പോർട്സ് അത്ലറ്റ്സ്, സ്പോർട്സ്മെൻ അത്ലറ്റ്സ്, അങ്ങനെയുള്ള ആളുകളിൽ ഞാൻ പരീക്ഷിച്ചു നോക്കി. അത് നന്നായിട്ട് വിജയിക്കുന്നുണ്ട്. ഉഷ സ്കൂളിൽ ഞാൻ പരീക്ഷിച്ചാണ് 2019. അത് വിജയിച്ചു. അവരതിൻ്റെ ടെസ്റ്റിമോണിയൽ തന്നിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബിനോയ് ജോൺ ദ മൈൻഡ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അന്ന് അവിടെ നടത്തിയ ട്രെയിനിങ്ങിന്റെ വീഡിയോ, അതിന്റെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഉഷ മാഡത്തിന്റെ മകൻ ഉജ്ജ്വലും അതിനകത്ത് പങ്കെടുത്തിരുന്നു. സാറി സിൽവ മെത്തേഡിലൂടെ ഈ ബ്രെയിൻ ഹാക്കിംഗ് തന്നെ പഠിപ്പിക്കണമെന്നുണ്ട്. അത് മാത്രമല്ല, അതിൽ ഹയർ ലെവലിലേക്ക് പോകും. ഇത് അതിന്റെ ബേസിക് ആണ്. ഇത് ഡ്രാമ അബീബി ബാക്കി ഹേ ഭായ്, ഇത് തുടക്കം മാത്രമാണ്. ഇതിൽ ഹയർ ലെവലിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഞാൻ അതും പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ESP ലെവലുള്ള കഴിവുകൾ നമുക്ക് വരും. ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ തലത്തിലേക്കൊക്കെ വരും. മൈൻഡ് ശരിക്കും നമ്മൾ വേറെ ആളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാവും. ഓട്ടോ സജഷൻസ് കൊടുക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ ഡെൽറ്റ ലെവൽ വരെ പോകണം, എന്നാലും സാധിക്കുള്ളൂ. പക്ഷെ ലോജിക് മൈൻഡ് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അതിൽ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ അതിനുവേണ്ടി ശ്രമം നടത്തുകയോ ചെയ്യില്ല അവർ. കാരണം അവർ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആണ്. എല്ലാം ലോജിക് ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരിക്കൽ ഒരാൾ എന്നെ വെല്ലുവിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് സൂഡോ സയൻസ് ആണ്, നിങ്ങൾ പറയുന്നതിലൊന്നും അർത്ഥമില്ല, ഹീലിംഗ് ഒന്നും വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ദൈവികമായ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് വിശ്വാസമില്ല. ദൈവം ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം, വെല്ലുവിളിയൊക്കെ ഞാൻ സ്വീകരിക്കാം, പക്ഷെ ഞാനൊരു തിരിച്ചൊരു വെല്ലുവിളി തരാം. അത് നിങ്ങൾ വിജയിച്ചിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചോ, ഞാൻ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഭാര്യ ഉണ്ടല്ലോ? ഒരു ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ശരി, ഒറ്റ ഭാര്യയേ ഉള്ളൂ, ഒരാളുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യയോട്, മക്കളോട് നിങ്ങൾക്ക് സ്നേഹമില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഞാൻ ചെയ്തത് എവിഡൻസ് കാണിക്കാനാണ് പറയുന്നത്. പ്രൂഫ് ആൻഡ് എവിഡൻസ്, അതാണല്ലോ സയൻസ് ആവശ്യപ്പെടുന്നത്. പ്രൂഫും എവിഡൻസും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛൻ ആരാന്ന് അമ്മ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കരുത്. DNA ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടി വരും, അല്ലേ? ശരിയല്ലേ? എവിഡൻസ് ഉണ്ടോ? അപ്പോ ഞാൻ ചോദിച്ചു, ഇതിനെ എവിഡൻസോട് കൂടി തെളിയിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിന്റെ പരിമാണം അത് ക്വാണ്ടിഫൈ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ എന്ന് പറഞ്ഞു. എത്രയുണ്ടത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. സ്നേഹം എത്ര കിലോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര മീറ്റർ ഉണ്ട്? പുള്ളി പെട്ടുപോയി. ഇത് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ സയൻസ് വലുതാണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവസാനം പുള്ളി സ്റ്റാൻഡ് വിട്ടു. കാരണം ഇതിന് മറുപടിയില്ല.
നമ്മളുടെ സ്നേഹത്തെ പോലും അളക്കാനായിട്ട് സയൻസിന് ഒരു കോലൊന്നുമില്ല, ഒരു അളവ് പോലൊന്നുമില്ല. പിന്നെ ബ്രെയിനിലൊന്ന് അതിനകത്ത് വരുന്ന എന്താണ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടൊന്ന് പറയാൻ പറ്റും, ഇപ്പൊ സ്നേഹം കൂടി, ഇപ്പൊ സ്നേഹം കുറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യമാണെന്ന് പറയാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ട് അളന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്തെ? ഇത് തന്നെയാണ് മനുഷ്യന്റെ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥ. മൈൻഡ് ക്യാൻ ട്രാവൽ എനിവേർ. പക്ഷെ അത് ചിന്തിക്കാത്തവന് ഒരിക്കലും ശരീരം വിട്ട് മനസ്സ് പോവില്ല, അവിടെ തന്നെ നിന്ന് കളിയായിരിക്കും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവുകളൊക്കെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് റണ്ണാകാത്ത എത്രയോ ആളുകളുണ്ട്. അതെ, അവിടെയാണ് ഏറ്റവും വലിയ ഫെയിലിയർ വരുന്നത്. അതാണ് സാറ് പറഞ്ഞ NLP ഒരു തിയറി ഉണ്ട്, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. ഈ 3 വിഭാഗത്തിലുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചിലർ ഹൈലി വിഷ്വൽ ആയിരിക്കും. അത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പോൾ നമ്മളുടെ 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട് ഹാർവാർഡ് ഗാർഡ്നർ തിയറി പ്രകാരം. DMIT ടെസ്റ്റിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. 10 ഫിംഗേഴ്സ് സ്കാൻ ചെയ്താൽ എൻ്റെ ഉണ്ട് ആ സിസ്റ്റം. ഒരു കുട്ടി എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവന്റെ ഇൻബോൺ ടാലന്റ് എന്താണ്, 8 ടൈപ്പ് ഇന്റലിജൻസ് എന്താണ്. ആ 8 ടൈപ്പ് ഓഫ് ഇന്റലിജൻസിൽ മ്യൂസിക്കൽ അതുപോലെ ആർട്ടിസ്റ്റിക്കൽ ഇന്റലിജൻസ് ആണെങ്കിൽ അവൻ മ്യൂസിക് പഠിച്ചാൽ മതി. അവനെ ബിടെക് വിടാൻ പഠിച്ചാൽ അവൻ തൊപ്പിയിട്ട് പോരും, തോറ്റ്. മനസ്സിലായോ? അപ്പൊ ഇത് ഓരോരുത്തർക്കും ഓരോ ഇന്റലിജൻസ് ചിലപ്പോൾ ഡോമിനന്റ് ആയിട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഹൈലി വിഷ്വൽ ആണ്, ഹൈലി ഓഡിറ്ററി ആണ്. എൻ്റെ മക്കളും അതെ. അതുകൊണ്ട് കോവിഡ് കാലത്ത് അവർക്ക് അത് കണ്ട് പഠിക്കാമായിരുന്നു. പക്ഷെ കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് ഒരു ടീച്ചർ മുമ്പിൽ നിന്ന് പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ആ വ്യത്യാസം. ഇനി ചിലർക്ക് ഭയങ്കര ജസ്റ്റേറ്ററി അതുപോലെ തന്നെ ഓൾഫാക്ടറി നെർവ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഗന്ധം കിട്ടണം, അനുഭവം രുചിച്ചറിയണം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ടീച്ചർ ഏത് അല്ല, അത് ബേസിക്, അതായത് ഈ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട് ഓരോരുത്തർക്കും. ഇപ്പൊ ഹൈലി വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കണ്ട് പഠിച്ചാൽ മതി, വീഡിയോസ് കണ്ട് കേട്ട് പഠിക്കുക. അപ്പൊ അതിനകത്ത് പെർസെൻറ്റേജ് എത്രയാണ്? ഇപ്പൊ 30% ഓഡിറ്ററിയും, ഓക്കെ, 30% ഓഡിറ്ററിയും 70% വിഷ്വലും ആണെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ളതാണ് കൂടുതൽ പഠിക്കേണ്ടത്. അതോടൊപ്പം ഓഡിറ്ററിക്കും പ്രാധാന്യം കൊടുക്കണം. അവന്റെ ലേണിംഗ് മെത്തേഡ് അതായിരിക്കണം. അതേസമയം 70% കൈനസ്തെറ്റിക്കും 30% ഓഡിറ്ററി ആണെങ്കിൽ അവൻ കേട്ട് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ കൂടുതൽ ചെയ്യേണ്ടത് എഴുതി പഠിക്കണം. എന്നാലേ അവന്റെ ബ്രെയിനിൽ അത് കയറുള്ളൂ. ഇത് നമുക്ക് കറക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ ടെസ്റ്റ് എടുത്തിട്ട് DMIT ടെസ്റ്റ് എടുത്തിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കരിയർ എന്താണെന്ന് പോലും പറയാൻ പറ്റും. ഇൻബോൺ ടാലന്റ് കേട്ടോ. ജനിച്ചപ്പോ നമ്മുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിച്ച് 13 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഫിംഗർ പ്രിന്റ് തെളിയും. ഇത് ജീവിതകാലം മൊത്തം മാറുന്നില്ല. പിന്നെ കൈ ബേൺ ആയാലോ മുറിവ് വന്നാലോ ഒക്കെ മാത്രമേ മാറുള്ളൂ. പക്ഷെ ആ ഫിംഗർ പ്രിന്റ് ഒരിക്കലും മരിക്കുന്നവരെ മാറുന്നില്ല. അത് വെച്ചിട്ടാണ് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നത്. കാരണം ഫിംഗർ പ്രിന്റ് ഒരാളുടെ വേറൊരാൾക്കും വരില്ല. ഇരട്ടകളായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ക്ലോൺ ചെയ്താൽ പോലും ഫിംഗർ പ്രിന്റ് മാറും. അപ്പൊ ആ ഫിംഗർ പ്രിന്റ് ഓരോന്നിനും ഓരോ 5 വിരലുകളും നമ്മുടെ 5 ബ്രെയിൻ ലോബ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്, റൈറ്റ് ഹാൻഡിന്റെയും ലെഫ്റ്റ് ഹാൻഡിന്റെയും. അത് ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇവരുടെ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഇന്റലിജൻസ് ഏതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോഡിലി കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, അവന് സ്പോർട്സിൽ വിടണം. സച്ചിനോട് പാട്ട് പാടാൻ പറഞ്ഞാൽ സച്ചിന് പറ്റുമോ? CA കണക്കുകൾ ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? KJ യേശുദാസ് അദ്ദേഹത്തിനോട് പറയാണ് കണക്കിലെ കളികളൊന്ന് കാണിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുമോ? അദ്ദേഹത്തിന് പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് അദ്ദേഹത്തുള്ളത്. റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആണ്. ലെഫ്റ്റ് ബ്രെയിൻ അദ്ദേഹത്തിന്റെ വീക്ക് ആയിരിക്കും. അപ്പൊ കണക്കിലെ കളിയൊന്നും പറ്റില്ല. അങ്ങനെയുള്ളവര് ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ടത് CA ആവണം. ഓക്കെ, CA പഠിക്കുക, കണക്കിലെ കളികളിലേക്ക് പോവുക, മാത്സ്, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുക. സാർ ഇവിടെ ഡൗട്ട് കേട്ടെ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോ മാത്സിൽ പുലിയായിട്ടുള്ള ആൾക്കാർ പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വിഷ്വലൈസേഷൻ വെച്ചിട്ട് ന്യൂറോൺസ് അത് അക്യൂർഡ് ടാലന്റ് ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോഡിലി കൈനസ്തെറ്റിക് അല്ലാത്ത ഒരാൾ, അതായത് ഗ്രോസ് മോട്ടോർ സ്കിൽ ഇല്ല, ബ്രെയിനിന്റെ ഗ്രോസ് മോട്ടോർ സ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് ബോഡി കൊണ്ട് ചലനങ്ങൾ പറ്റില്ല. ഫോർ എക്സാമ്പിൾ മമ്മൂട്ടി ഡാൻസ് കളിക്കാൻ പറ്റുമോ മര്യാദയ്ക്ക്? പക്ഷെ അദ്ദേഹം ശ്രമിച്ച് കളിക്കുന്നുണ്ട്. അത് അക്യൂർഡ് ടാലന്റ് ആണ്. ഇനി അദ്ദേഹം ഒരു കളരി പഠിക്കുകയോ ഒരു മാർഷൽ ആർട്സ് പഠിക്കുകയോ ചെയ്താൽ ബോഡി ഫ്ലെക്സിബിൾ ആക്കാം. അത് അക്യൂർഡ് ടാലന്റ് ആണ്. അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പറ്റും. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു മെന്റൽ ഗെയിമാണ്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ജിംനാസ്റ്റിക്കുകൾ ചെയ്യുന്നതും മെന്റൽ ഗെയിമാണ്. അതുപോലെ വോളിബോൾ അല്ല, ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർ കൂടുതലും മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത്. അവർ കണ്ണടച്ച് അവിടെ വീണിരിക്കും. കാരണം ഒരു പരീക്ഷണം നടത്തി, 10 ആളുകളിൽ പരീക്ഷണം നടത്തി. ഒരു ഗ്രൂപ്പില് 2 ഗ്രൂപ്പിൽ പരീക്ഷണം നടത്തി, 2 ബാസ്കറ്റ് ബോൾ ടീമിനെ.
ഒരു ടീമിനെ ഫിസിക്കലി ട്രെയിൻ ചെയ്തു 3 മാസം, അടുത്ത ടീമിനെ 3 മാസം, 1 മാസം ഫിസിക്കൽ ട്രെയിനിങ്ങും 2 മാസം മെന്റൽ ട്രെയിനിങ്ങും കൊടുത്തു വിഷ്വലൈസേഷൻ വെച്ച്. അവർ തമ്മിൽ 10 ഗെയിം കളിച്ചു. കൂടുതൽ ജയിച്ചത് ആരാന്നറിയോ? മെന്റലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം മെന്റൽ ട്രെയിനിങ്ങിനാണ് കൂടുതൽ. ഈവൻ മസിൽ പോലും വർക്കൗട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറില്ല, ഞാൻ മെന്റൽ ഗെയിം വെച്ചിട്ടാണ് എൻ്റെ മസിൽ വികസിപ്പിക്കുന്നതൊക്കെ. ആ മെത്തേഡ് എനിക്കറിയാം. അപ്പൊ ജിമ്മിൽ പോകണമെന്നില്ല, അതിന്റെ കൂടെ ഐസോമെട്രിക് മെത്തേഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോവാതെ തന്നെ നമുക്ക് ജിമ്മിൽ പോകുന്ന എഫക്ട് ഉണ്ടാക്കിയെടുക്കാം ശരീരത്തിൽ. മസിൽ മെമ്മറി ഒക്കെ അതിലാണോ വരുന്നത്? പിന്നെ ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ലെവലാണ് ഞാൻ പറയുന്നത്, ഹയർ അഡ്വാൻസ് ലെവൽ. അത് നമ്മൾക്ക് സിദ്ധാർത്ഥ് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? സിദ്ധാർത്ഥ് എന്റെ സ്റ്റുഡന്റ് ആണ്, ഇതൊക്കെ നേരത്തെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. റെഡിയായിട്ട് എന്തോ ചോദിക്കാൻ റെഡിയായിട്ട് നിന്നിരുന്നു. സിദ്ധാർത്ഥ എന്താണ് ചോദിക്കാനുള്ളത്? അതുപോലെ ശോഭനാജി. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. കുട്ടികളില് നമുക്കിത് ഏത് ഏജിലായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് അല്ലേ? അത് ഒരു 8, 9, 10 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഫിംഗർ പ്രിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ഒരു 9 വയസ്സിലൊക്കെ അത് നോക്കും. ചില കുട്ടികളുടെ ഇച്ചിരി കൂടി ഡെവലപ്പ് ആകാൻ സമയം എടുക്കും. ചിലരുടെ ഉണ്ട് ഫിംഗർ പ്രിന്റ്, പക്ഷെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 9, 10, 8 വയസ്സിലൊക്കെ ചിലരുടെ കിട്ടാറുണ്ട്. അതിന് മേലോട്ട് നമ്മൾ ഒരു 15 വയസ്സിന് മുമ്പ് ചെയ്താലുള്ള ഗുണം ഇവരെ കരിയർ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും കൃത്യമായിട്ട്. അതിൽ വിട്ടാൽ മതിയെന്നേ. അതായത് അണ്ണാൻകുഞ്ഞുണ്ട്, ഒരു മകൻ അണ്ണാൻകുഞ്ഞും ഒരാൾ മുതലക്കുഞ്ഞും ആണെങ്കിൽ അണ്ണാൻകുഞ്ഞിനെ നമ്മൾ നീന്താൻ പഠിപ്പിക്കണോ, മുതലക്കുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കാൻ വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് പല പാരൻസും ചെയ്യുന്നത്. മുതലക്കുഞ്ഞിനെ നല്ല സ്വിമ്മർ ആക്കുക, അണ്ണാൻകുഞ്ഞിനെ നല്ല മരങ്കയറ്റക്കാരനാക്കുക. പല പാരൻസും കുട്ടികളെ അത് മനസ്സിലാക്കാതെ നേരെ ഓപ്പോസിറ്റ് ചെയ്യിക്കുന്നതുകൊണ്ടാണ് ഫെയിലിയറായി മാറുന്നത്. പക്ഷെ ഇത് ചെറുപ്പത്തിലെ തന്നെ ഇവരുടെ ആ ഇൻബോൺ ടാലന്റ് എന്താന്ന് മനസ്സിലാക്കിയാൽ അതിലോട്ട് അവരെ നയിച്ചാൽ മതി. ഞാനൊരു 2015 കാലഘട്ടത്തിലൊക്കെ എത്രയോ കുട്ടികൾ അങ്ങനെയൊക്കെ ഗൈഡ് ചെയ്ത് കിട്ടുന്ന പറയാം. അവരൊക്കെ ഇപ്പോൾ IIT-യിലും അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഫ്ലൈയിങ് കളേഴ്സിലാണ് അവർ വരുന്നത്. ഇപ്പോൾ 12-നും 15-നും ഇടയ്ക്ക് അല്ലേ? ചെയ്യാം. 15 വയസ്സിനുള്ളിൽ ചെയ്താൽ ഏറ്റവും നല്ലത്. ഏത് പ്രായമാണ് നമ്മുടെ മക്കളോ? 10 വയസ്സൊക്കെ ചെയ്യാൻ പറ്റും. 10 വയസ്സിൽ ചെയ്യാൻ പറ്റും. +1, +2ലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവരുടെ ടാലന്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അതിന് അവിടെ ഒരു വിഷ്വലൈസേഷൻ പവറും കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മലപ്പുറത്തുള്ള എനിക്കറിയാവുന്ന ഒരു സലീമിക്കയുണ്ട്. സലീമിക്കയുടെ മകളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ സലീമിക്ക ഇവളെ ഡോക്ടറാക്കണമെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. +1 ആയി കുട്ടി പഠിക്കുന്നു. കുട്ടിയോട് സംസാരിച്ചു വന്നപ്പോൾ കുട്ടിക്ക് ഡോക്ടർ ആവണം, പക്ഷേ സൈക്കോളജിയിൽ ഡോക്ടർ ആവണം എന്നാണ് അവൾക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞു, മോൾ അത് ചെയ്യും, അല്ലാതെ ഡോക്ടർ ആവാൻ പോകുന്ന എല്ലാവർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നാണല്ലോ വിചാരം. പക്ഷെ ഇത് എത്ര പേർക്ക് റിയൽ ആയിട്ടുള്ള ടാലന്റ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല വിടുന്നത്. അതുകൊണ്ടാണ് പല പിള്ളേരും പോയിട്ട് ഉഴപ്പുന്നത്. ഇപ്പൊ മ്യൂസിക്കൽ ടാലന്റ് ഉള്ള ഒരു പയ്യനെ നമ്മൾ RLV-യിൽ വിടുക, തൃപ്പൂണിത്തറ RLV-യിൽ ആർട്സ് പഠിക്കാൻ വിടുക. നന്നായിട്ട് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ വരയ്ക്കട്ടെ, അവൻ പാടട്ടെ. ആ പയ്യനെ കൊണ്ടുപോയിട്ട് ബിടെക്കിന് വിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും? അവനവിടെ കോളേജ് കുമാരനായിട്ട് ചെത്തി നടന്ന് പാട്ടൊക്കെ പാടി ആൾക്കാരെ കൈയടിയും മേടിച്ച് എല്ലാ സെമസ്റ്ററും തോറ്റിങ്ങ് പോരും. മനസ്സിലായോ? അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ സിസ്റ്റം ഉണ്ട്. വൈ ഡോണ്ട് യു യൂസ് ദിസ്? പണ്ടൊന്നും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. അച്ഛനും അമ്മയും പറയുന്നത് പഠിച്ചു, അല്ലേ സാബ് സാറേ? അവര് പറഞ്ഞു, ഞാൻ എഞ്ചിനീയർ ആണ്, എന്റെ മകന് എഞ്ചിനീയറുടെ കഴിവുണ്ട്, അതുകൊണ്ട് നീ പഠിച്ചു എഞ്ചിനീയറിംഗ്. വിനോദ് സർ ഒരു കാര്യം പറയണായിരുന്നു. ഹലോ, ചോദിച്ചോളൂ. അതായത് ഈ DMIT എന്നൊരു ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്. അത് ഞാൻ ഒരു ബാംഗ്ലൂരിലെ ഒരു എഡ്യൂക്കേഷൻ ഫെയർ പോകുമ്പോൾ അത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്തു. അതെല്ലാം നമ്മുടെ തമ്പിന്റെ ഒക്കെ ഫിംഗർ പ്രിന്റ് എടുക്കും, എന്നിട്ട് അവർ CD തരും, അനാലിസിസ് ആയിട്ട് തരും. ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പെർസെന്റേജ് കാണിക്കും, എത്ര ടാലന്റ്, എത്ര പെർസെന്റേജ് ഉള്ളത്. കൂടുതൽ പെർസെന്റേജ് ഉള്ളത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഏത് ലിംഗ്വിസ്റ്റിക്കിലേക്കാണ് മാറിയത്, അല്ലെ ഏത് ഇന്റലിജൻസിലാണ് മാറിയത്? എനിക്ക് വന്നതില്ല. എനിക്ക് കൈനസ്തെറ്റിക് ആണ് കൂടുതലുള്ളത്. പിന്നെ മാനേജ്മെന്റ് അങ്ങനത്തെ ഉള്ള ടാലന്റ് എനിക്കുള്ളത്. MBA ആണ് പഠിക്കുന്നത്, മാനേജ്മെന്റ് ആണ്. അല്ല, ഉള്ളിൽ തന്നെ തോന്നി എനിക്ക് ഇതിനകത്താ പോകണ്ടെന്ന്. ബിക്കോസ് ഞാൻ സയൻസ് എടുക്കണുണ്ടായിരുന്നേ, പക്ഷെ ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഞാൻ ഫ്ലോപ്പാ, എനിക്ക് പറ്റത്തില്ല. അപ്പൊ വീട്ടിലെല്ലാരും പറഞ്ഞതാണ് എഞ്ചിനീയറിംഗ് അതാ ഞാൻ ചെയ്യാന്നൊക്കെ. എനിക്ക് വേണ്ട, എനിക്ക് കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്ട്രോങ് അല്ല, ഞാൻ ഫുള്ള് പോളപ്പാ. പിന്നെ ഞാൻ കോമേഴ്സ് എടുത്തൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പിന്നെ BBA MBA ഒക്കെ എങ്ങനെ പഠിച്ചു വന്നു.
ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊരു ഒരു കോൺസ്റ്റന്റ് കോൺഫിഡൻസ് നിലനിർത്താൻ പറ്റും. കാരണം നമ്മൾ പോകുന്ന റൈറ്റ് ട്രാക്കിലാണ് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു പകുതി ആകുമ്പോഴാണ് നമുക്ക് പറയുന്നത് തെറ്റിപ്പോയി, മോശമായി പോയി. അതെ അതെ അതെ, ശരിയാണത്. അതാണ്, കുട്ടികൾക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരിയർ അവർക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു കരിയർ ഗൈഡൻസിന് പോവുക, ഇന്നതാണ് എൻ്റെ ടാലന്റ് എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ അവർ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മകള് നന്നായിട്ട് വരയ്ക്കും, അവൾക്ക് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലാണ്, ഓഡിറ്ററി എബിലിറ്റി കൂടുതലാണ്. മകന് ഹൈലി ഓഡിറ്ററി ആണ്. അപ്പൊ അവൻ കേട്ടാൽ മതി. ചില കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ട് ഇങ്ങനെ കൂട്ടുകാരനോട് നോക്കിയിരിക്കും, ചോദ്യം ചോദിക്കുമ്പോൾ അവൻ പറയും, കാരണം ഹൈലി ഓഡിറ്ററിയാ. അവന് വിഷ്വൽ വേണ്ട, ഓഡിറ്ററി മതി. അതുകൊണ്ട് തന്നെ അവൻ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടല്ല പഠിക്കുന്നത്, ഇങ്ങനെ പെൻസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഹൈലി ഓഡിറ്ററിയാ. അവന്റെ മെത്തേഡ് ഓഡിറ്ററി മെത്തേഡാണ് കൊടുക്കേണ്ടത് കൂടുതൽ. ഇനി കിനസെറ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ, ഹൈലി കിനസെറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. പിന്നെ ഉണ്ട് ഏത് ടൈപ്പ് ലേണർ ആണെന്ന് അറിയാം. എഫക്റ്റീവ് ലേണർ ആണോ, കോഗ്നിറ്റീവ് ലേണർ ആണോ? കോഗ്നിറ്റീവ് ലേണർ ആണെങ്കിൽ സ്വയം പഠിച്ച് പാസ്സാവും. CBSE ഒക്കെ മഗ് ചെയ്തിട്ട് അവസാനം +1 വരുമ്പോൾ പിള്ളേർ ഇരുന്ന് കരയുന്ന കാണാം. കാരണം ലെക്ചർ പറഞ്ഞിട്ട് പോയി, നമ്മൾ സ്വയം പഠിക്കണം. കാരണം എഫക്റ്റീവ് ലേണർ ആണെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കുള്ളൂ, വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് അത് അങ്ങനെ പഠിക്കുള്ളൂ എഫക്റ്റീവ് ലേണർ. കോഗ്നിറ്റീവ് ലേണർ സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കും. ഒരു വിഷയം കിട്ടി, സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ ചെന്ന് അതിൽ ആർട്ടിക്കിൾസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതും. അല്ലാത്തവനോ അത് ചെയ്യില്ല. അപ്പൊ അതാണ് കുട്ടികൾ പല വിധമുണ്ട്. അപ്പൊ ഏത് കുട്ടി ഏത് വിധത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ മകൻ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ലേണിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പോയ കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി? നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടിയിൽ അണ്ടർലൈൻ ചെയ്താണ് പഠിച്ചിരുന്നെങ്കിൽ അത് കിനസ്തെറ്റിക്കാണ്. അതെ, പടം വരച്ചാണ് പഠിച്ചിരുന്നത്. കൈകൊണ്ട് തൊട്ട് പോകുന്നു, കിനസ്തെറ്റിക് ആണ്. കിനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാര് അവരെന്താ ചോദിക്കാന്നറിയാം, ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്തേ എന്ന് ചോദിക്കും. പിന്നെ ഇവര് സംസാരിക്കുന്ന സമയത്ത് കേട്ടെ പറഞ്ഞിട്ട് തോണ്ടിയിട്ടേ സംസാരിക്കുള്ളൂ. കാരണം അവർ കിനസ്തെറ്റിക് ആണ്. നമ്മൾ വിചാരിക്കും ഇയാളെന്ത് ഈ തോണ്ടുന്ന കിടന്നത്, അയാൾ കിനസ്തെറ്റിക് ആണ്. കാരണം തൊട്ടാലേ അയാൾക്ക് ഒരു തൃപ്തിയുള്ളൂ. ഇപ്പോ തോമസ് ലീയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ബൈബിളിൽ, ആണിയടിച്ച ആ ദ്വാരത്തിലൊന്ന് കൈയിട്ടാലേ പുള്ളിക്ക് വിശ്വാസമാവുള്ളൂ. അതാണ് അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. കിനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാർ തൊട്ടേ വിശ്വസിക്കുള്ളൂ, കണ്ടു വിശ്വസിക്കില്ല. അതാ പറഞ്ഞത്. ഇനി കിനസ്തെറ്റിക് ആയിട്ടുള്ള പിള്ളേർ എങ്ങനെയാണെന്നറിയോ, ആദ്യം ഉഴപ്പും തോക്കും, പിന്നെ അനുഭവം വന്നു കഴിയുമ്പോൾ ഇനി ശരിയാവില്ല എന്ന് അവർ പഠിക്കും. കിനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത അത്. എനിക്ക് സംഭവിച്ചതല്ലേ, പല ജോലിയും മാറിയിട്ടുള്ള എനിക്ക് അങ്ങനെ സംഭവിച്ചത്. ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ള ഗ്രോസ് മോട്ടോർ സ്കില്ല് നന്നായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന് സ്പോർട്സിലേ വിടാവൂ. അവൻ നല്ല മാർഷൽ ആർട്ടിസ്റ്റ് ആവാം. ചിലപ്പോൾ മാർഷൽ ആർട്ടിസ്റ്റിൽ അവനൊരു മാസ്റ്റർ ആവും. ചിലപ്പോൾ ജപ്പാനിൽ വരെ പോവാൻ ഇതൊക്കെ പഠിച്ച് കുംഫുവോ അല്ലെങ്കിൽ കരാട്ടെ ഒക്കെ പഠിച്ച് ചൈനയിൽ പോകും. ചിലപ്പോൾ കുംഫു പഠിച്ച് ഷാവോലിൻ ടെമ്പിൾ വരെ പോകണമെന്നുണ്ടാവും. അവനെ പിടിച്ച് ബിടെക്കിന് വിട്ടാനുള്ള അവസ്ഥ എന്തായിരിക്കും? അവനവിടെ കുറച്ച് ഗുണ്ടായുസൊക്കെ കാണിച്ച് അടിയിടിയോ കൊണ്ടാക്കി തിരിച്ചു വരും. ഇതാണ്. അപ്പൊ കുട്ടികളെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാം പ്രഷറൈസ് പാരന്റ്സ്, സ്കൂളിൽ വിടുക, എല്ലാം അങ്ങനെ. അതാണ് മെയിൻ. പഠിച്ച് ഇങ്ങനെ ഇത് അങ്ങനെ, അതാണ് പ്രശ്നം. UK-യിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എന്നെ കൺസൾട്ട് ചെയ്ത ഒരാളാണ്, ഈ എറണാകുളത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് 2 പേരോട് പഠിക്കുന്നുണ്ട്, 10 വയസ്സും 13 വയസ്സും ഉള്ള. അപ്പൊ ഈ 2 കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പറയണം, അവർക്കൊരു ടാബ് കൊടുത്തിട്ടുണ്ട്, അതിൽ കളിച്ചാണ് അവർ പഠിക്കുന്നത്. UK-യിലെ സിസ്റ്റം അതാ. നമ്മുടെ കുട്ടികളോ 10 വയസ്സിൽ പഠിക്കുന്നത് എന്താണ്? മസ്റ്റായിട്ട് സയൻസ് പഠിക്കണം, മസ്റ്റായിട്ട് സോഷ്യൽ പഠിക്കണം, മസ്റ്റായിട്ട് എല്ലാം പഠിക്കണം. അപ്പോ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസ്ഡ് നോളജ്, അതാണ് ഈ നെപ്പോളിയൻ ഹിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നുണ്ട്. അത് സ്പെസിഫിക് ആയിട്ടൊരു നോളജ് എടുത്ത് പഠിച്ചിട്ട് പോകുന്നവനെ വിജയിക്കുള്ളൂ. അവന്റെ ടാലന്റ് എന്താണ്? ഇപ്പൊ കെമിസ്ട്രിയിൽ താല്പര്യമുള്ളവനാണെങ്കിൽ ബയോ കെമിസ്ട്രി പഠിക്കുക, അതിന്റെ PhD എടുക്കുക, ബയോടെക്നോളജി പഠിക്കുക. ഇനി ഫിസിക്സ് താല്പര്യമുള്ളവൻ ഫിസിക്സിലേക്ക് തന്നെ പോകണം. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ തച്ചുടക്കേണ്ട സമയം കഴിഞ്ഞു, തച്ചുടച്ച് വാർക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പാടും പിള്ളേരൊക്കെ പറയും ഇത് എന്തിനാണ് ഈ മാത്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് മാത്സ് അത്ര സുഖമല്ലായിരുന്നു. അതിന്റെ അർത്ഥം റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആണ്, ലെഫ്റ്റ് ബ്രെയിൻ കുറവാണെന്ന് അർത്ഥം. അത് ഈക്വൽ ആക്കാനുള്ള ടെക്നിക്ക് ഉണ്ട് കേട്ടോ. കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാം, അതും നമുക്ക് അക്യൂട്ട് ടാലന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്, ബിലീവ് മീ. അതും അതിനുള്ള മെത്തേഡ് ഉണ്ട്. ഒരു 3 മാസത്തെ മെന്ററിങ്ങിന് എന്റെ കയ്യിൽ കുട്ടിയെ തന്നാൽ ഞാൻ മാറ്റിത്തരാം. അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്.
നിഖില എന്ത് പറയുന്നുണ്ട്? നിഖില അഡ്മിറ്റ് ചെയ്യൂ. സാർ ഒരു ഇതായിരുന്നു സാറിനോട് ചോദിക്കാൻ നോക്കിയത്. കുട്ടികൾക്ക് ലെഫ്റ്റ് റൈറ്റും ബ്രെയിനെ നമ്മൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു പ്രാക്ടീസ് മെത്തേഡാണ്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു തരും. അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ചുമ്മാ ഒന്നങ്ങനെ നടക്കില്ല. അത് പ്രാക്ടീസ് ചെയ്യണം, അതിന് എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടാൽ ആ കുട്ടിയെ ഞാൻ സഹായിക്കാം. ഞാൻ ആദ്യമേ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, എങ്കിൽ മാത്രം ജോയിൻ ചെയ്യാന്ന് പറയും. ഇപ്പൊ കുറച്ച് കുട്ടികളെ മെന്റർ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് ജൂലൈ മാസത്തിൽ. ആ കുട്ടികളെ 3 മാസമാണ് ഞാൻ മെന്റർ ചെയ്യുക. 3 മാസം ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ ഇപ്പം ക്ലാസ് ജോയിൻ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ആ സമയത്ത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ചെയ്യാൻ. അല്ല, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അത് തന്നെ പഠിപ്പിക്കണം. അവർക്ക് പാഷൻസി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് ചെയ്യിക്കുക. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് വിടരുത് കുട്ടികളെ. ഇഷ്ടപ്പെട്ട് ചെയ്യണവര് ദെൻ ദേ വുഡ് ക്രിയേറ്റ് എ പാഷൻ ഓൺ ദാറ്റ്. ആ പാഷനിലല്ല പണം. അതാണ് ഇക്കിഗായിൽ പറയുന്നത്, അതാണ് ഒരു പാഷൻ. ആ പാഷൻ അത് ചെയ്യുമ്പോൾ അവന് പണം കിട്ടുന്നുണ്ടെങ്കിൽ അവനത് ചെയ്തോളും, അവൻ വിജയിച്ചോളും. പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട, അവൻ അങ്ങ് പഠിച്ചോളും. അവളോ അവനോ പഠിച്ചോളും. അത് അവരുടെ റിയൽ ടാലന്റ് മനസ്സിലാക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമാണല്ലോ. അപ്പൊ ഈ സന്തോഷത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ പാഷന്റെ വഴിയാണ്. അതെ തന്നെ. അത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാക്കിയെല്ലാം നോർമലൈസ് ചെയ്തോളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പാഷനാണ്, സാബു സാർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാഷനാണ്. അല്ലെങ്കിൽ 7 മണി തുടങ്ങി ഈ 9 മണി വരെയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന എത്ര പേരുണ്ടാവും ലോകത്ത്? അതൊരു പാഷനാണ്. ഇത്രയും നേരം സംസാരിച്ചിട്ടും ഞാൻ എന്റെ എനർജി നിർത്തിക്കൊണ്ട് പോകുന്നത് ഇതിന്റെ പാഷനാണ്. നിങ്ങൾ ചോദിച്ചാൽ ഇന്ന് 10 മണി വരെ 12 മണി വരെ പോയാലും ഞാനിവിടെ ഇരിക്കും. പക്ഷെ നമുക്ക് സമയപരിധി ഉണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാണ് ഇറ്റ്സ് പോസിബിൾ, കാരണം ദിസ് ഇസ് മൈ പാഷൻ. ആളുകൾ ചോദിക്കുമ്പോഴാണ് എന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കൂടുതൽ. എന്റെ നോളജ് പലരും ക്ലാസ്സിൽ വരുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. സിദ്ധാർത്ഥനൊക്കെ അറിയാതെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് അവരുടെ സിലബസിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് പോയിട്ട് കുറെ നോളജ് അവർക്ക് കിട്ടും. കാര്യമില്ലേ ഈ മൈൻഡ് കൺട്രോൾ എന്ന സംഭവം ഞാൻ പറയാൻ വേണ്ടി എന്താ അറിയും, ഈ പറഞ്ഞില്ലേ ഈ പലരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നമ്മള് പല ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ അറിയില്ലേ, ഈ എസ്ലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ലൈഫ് എക്സ് ഒരു സിനിമ കണ്ടുള്ളത്. അതായത് തമിഴിലുള്ള ഒരു സിനിമയുണ്ട്. അതിനകത്ത് ഒരു എന്താ പറയാ ഒരു സൂര്യാനോ ഹീറോ. പക്ഷെ അവൻ ഇവിടെ ഇങ്ങനെ ഓരോ ആക്സിഡൻസ് റോഡിൽ ഇങ്ങനെ ഒരാൾക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ മൈൻഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എത്ര ആക്സിഡന്റ് നടക്കുന്നു, ഒരാളെ 2 പേരെ കൊല്ലാനായിട്ട് ഒരു അതിന്റെ ഹയർ ലെവലാണത്. ഹയർ ലെവലാണ്. പോസിബിൾ ആണ് കേട്ടോ, അത് പോസിബിൾ ആണ്. അവൻ ബുദ്ധിസ്റ്റ് സ്കൂളിൽ നിന്ന് അവൻ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നെഗറ്റീവ് മൈൻഡ് സെറ്റ്, അതാണ് മെയിൻ. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാലുണ്ടല്ലോ ലോകത്ത് നന്മയുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്ത് ബ്ലസ് ചെയ്താൽ അവിടെ ആ എനർജി വരും. ഇപ്പൊ സിപ്പിൾപാട് കുണ്ടലിനി യോഗയിൽ ബ്ലെസ്സിങ് ആണ് പറയുന്നത്. വാഴുക വളമുടൻ വാഴുക വയ്യകം എന്ന് പറഞ്ഞിട്ട് ലോകത്തെ മൊത്തം അനുഗ്രഹിക്കുകയാണ്. ബ്ലെസ്സിങ് ഈസ് എനർജി. ആ എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് നമ്മളിലേക്ക് തന്നെ വരും. നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ അനുഗ്രഹിച്ചു നമ്മൾക്കാണ് ഗുണം കൂടുതൽ കിട്ടുക. അതാണ് സാറ് വേദാദ്രി മഹർഷിയുടെ കാര്യം പറഞ്ഞില്ലേ? അതെ, കുണ്ടലിനി യോഗയുടെ അല്ലേ? വളമുടൻ മഹർഷിയുടെ ഒരു ഇതല്ലേ? അതെ അതെ അതെ. അദ്ദേഹം ബ്ലെസ്സിങ്ങിലാണ് എല്ലാം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാല് ഹോൾഡ് വേൾഡിൽ പീസ് ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് തന്നെ 1 വേൾഡ് 1 ഗവൺമെന്റ് എന്നാണ്. അത് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വല്ല രാജ്യങ്ങളും തമ്മിൽ വല്ല യുദ്ധമോ കാര്യങ്ങളോ ഉണ്ടാവൂ? ഇല്ല. അതാണ് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത്. വേൾഡ് പീസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് 2002 അദ്ദേഹം തന്നെ. ഇതുപോലെ തന്നെ 1950s വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹവും അറിയപ്പെടാതെ പോയത് ഈ മീഡിയയുടെ അതിപ്രസരമുള്ള കാലഘട്ടത്തിലായിരുന്നില്ല അദ്ദേഹം വന്നതെന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ വെട്ടിക്കാൻ ഒരാളില്ല ശരിക്കും പറഞ്ഞാൽ. അത്ര ഇമ്മൻസ് നോളജ് ഉള്ള ഒരു സിദ്ധ മഹർഷിയായിരുന്നു. സിദ്ധ മെഡിസിൻ അറിയായിരുന്നു, ഹോമിയോപ്പതി അറിയായിരുന്നു, അദ്ദേഹത്തിന് സിദ്ധ രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് അറിയായിരുന്നു, കായകൽപ്പ പോലെയുള്ള ഹയർ ലെവലിലുള്ള ടെക്നിക്സ് അറിയായിരുന്നു. ശാരദാറാം സാറിന്റെ ഒരു ശിഷ്യനാണ് ഞാൻ കേട്ടോ. വാഴുക വളമുടൻ. സുരേഷ് ബാബു സാർ എനിക്കറിയാം. 2005 ഞാൻ കായംകുളത്ത് അത് ദീക്ഷ എടുക്കുന്നത്. 2005 എന്റെ ബേസ് അവിടെയാണ്. അതെ അതെ. സന്തോഷം എന്തായാലും പഠിച്ചൊരു വ്യക്തി.
ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം സിങ്കർണൈസ്ഡ് ആണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവേകം നമുക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇതിനകത്ത് വേറെ ഒന്നുമില്ല സാറേ. നല്ലൊരു ഓപ്പൺ മൈൻഡ്, നല്ലൊരു ഓപ്പൺ ഹാർട്ട് അതുണ്ടെങ്കിൽ ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റും. ഇപ്പോ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും നല്ല സന്ദേശം നൽകിയ ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം എന്താ പറഞ്ഞത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ജീസസ് ക്രൈസ്റ്റ് എന്താ പറഞ്ഞത്? നിന്റെ വലത്തേക്കാരനെ തടിച്ച് ഇടത്തേക്കാരനോട് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിക്കാനല്ല പറഞ്ഞത്. ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ബുദ്ധൻ എന്താ പറഞ്ഞത്? ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, അങ്ങനെ പറഞ്ഞു പോകുന്നതെല്ലാം അഹിംസയിലേക്കാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നമ്മൾ നോക്കുമ്പോ എന്താണ്, നമ്മൾ ജനിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഞാൻ ജനിച്ച സമയത്ത് അവിടെ 8 പ്രസവം നടന്നു എന്നാ പറയുന്നത് ആ ഹോസ്പിറ്റലിൽ. ഭാഗ്യത്തിന് ഞാൻ മാത്രം ഒരാണും ബാക്കിയെല്ലാം പെണ്ണുങ്ങളുമായിരുന്നു. അതേസമയം എന്നെ ഒരു ഫാത്തിമയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയെങ്കിൽ ഞാൻ ആരാവുമായിരുന്നു? എൻ്റെ മദർ പ്രസവിച്ച ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു ഫാത്തിമയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഗായത്രിയുടെ അടുത്തോ കൊണ്ടുപോയി കിടത്തിയാൽ എന്താവുമായിരുന്നു എൻ്റെ മതം? ഇത്രേ ഉള്ളൂ. ഒരു നേഴ്സ് വിചാരിച്ചാൽ നമ്മുടെ മതം മാറും. ഇല്ലേ? ശരിയല്ലേ? ഒരു നേഴ്സ് വിചാരിച്ചാൽ മതി. എന്നെ കൊണ്ടുപോയിട്ട് ഫാത്തിമയുടെ അടുത്ത് കിടത്തിയാൽ ഞാൻ ചിലപ്പോൾ മുഹമ്മദോ നസീറോ നാസറോ ഒക്കെ ആയേനെ. ഗായത്രിയുടെ അടുത്ത് കിടത്തി ഞാൻ ചിലപ്പോൾ വിഷ്ണുവോ അല്ലെങ്കിൽ ഹരിയോ ഒക്കെ ആയി മാറിയാനെ. ക്രിസ്ത്യാനിയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയോണ്ട് ബിനോയ് ജോണായി. ഇത്രേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തല പൊട്ടി ചോര വാർന്നിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അന്ന് PR ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കാഷ്വാലിറ്റിയാണ് എനിക്ക് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ മുട്ടിയതാണ്. മാഞ്ഞാലി മെഡിക്കൽ കോളേജിന് തൊട്ട് മുന്നേ മാഞ്ഞാലി പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി സൈഡിൽ നിന്ന് വന്നൊരു ഓട്ടോ ഇടിക്കുകയാണ്. ഇദ്ദേഹം അത്യാസന്ന നിലയിലാണ് വരുന്നത്. അദ്ദേഹത്തിന് ഒരു രക്തം കൊടുക്കണം. A നെഗറ്റീവാ, ആരുടെയും ഇല്ല. എൻ്റെ A പോസിറ്റീവാ. A നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. എന്താ നഷ്ടമുള്ളത്? ഒരു മനുഷ്യന്റെ ലൈഫാണ് രക്ഷപ്പെടുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൽ ആർക്കും A നെഗറ്റീവ് ഇല്ല. അവസാനം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ഡ്യൂട്ടിയിലുള്ള രാജീവ് ഡോക്ടർ, അദ്ദേഹം ഹിന്ദുവാണ് ജന്മം കൊണ്ട്, ഞാൻ ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്. വന്നേക്കുന്നത് ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത് ഒരു മുസൽമാനായിട്ട് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു പയ്യൻ എന്നെ തോണ്ടുന്നുണ്ടായിരുന്നു. അവൻ എല്ലാവരും മണ്ടൻ എന്ന് പറഞ്ഞിരുന്ന ഒരു രാജേഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അവനൊരു ശ്രീനാരായണീയനായിട്ടുള്ള SNDP വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. അവൻ പറഞ്ഞു, സാറേ എൻ്റെ A നെഗറ്റീവ് ആണ്. ഉടനെ തന്നെ അവനെ ICUയിൽ കൊണ്ടുപോയിട്ട് A നെഗറ്റീവ് ബ്ലഡ് കയറ്റി. അപ്പോൾ ഈ രാജേഷിന്റെ രക്തത്തിന് കാവി നിറമോ, ഇതിന് കോർഡിനേറ്റ് ചെയ്ത ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്ന എൻ്റെ രക്തത്തിന് വെള്ള കളറോ, അബ്ദുൾ റഹ്മാന്റെ തല പൊട്ടി വന്ന രക്തത്തിന് പച്ച കളറോ ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു കാര്യമൊന്ന്, ഒരു സത്യമുണ്ട്, ഇന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ആ കോർഡിനേറ്റ് ചെയ്തതിന് ശേഷം സന്തോഷ് എന്ന് പറഞ്ഞ ഡ്രൈവറെ ഞാൻ വിളിച്ച് അപ്പം തന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് അയച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തി. അയാളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. അന്ന് അദ്ദേഹത്തിന് 42 വയസ്സാണ് ആ മനുഷ്യന്. ഇതിപ്പോ 2010 സംഭവം. ഇപ്പൊ 2024 14 വർഷമായി അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് സത്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ രക്തത്തിനൊക്കെ രക്തം ഒരേ കളറാണ്, പല ഗ്രൂപ്പിൽ നിന്നും മാത്രമേ ഉള്ളൂ. ഈ സത്യം മനസ്സിലാക്കാതെ ജീവിക്കുന്നവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. അവനാണ് രാജ്യദ്രോഹിയായി മാറുന്നതും തീവ്രവാദിയായി മാറുന്നതും. പക്ഷെ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് ട്രെൻഡിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ളിടത്താണ് നല്ല നല്ല ആളുകൾ ഇത്തരം സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ചിന്തയെങ്കിലും കൊടുക്കാൻ പറ്റുക. അതാണ് ഞാനിത് പറയാൻ കാരണം. ഒരു ചിന്ത മനസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു പക്ഷെ ഒരു മനുഷ്യൻ ചിന്തിക്കും, ശരിയാണല്ലോ, ഞാൻ എന്തിനീ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ നൂറ്റാണ്ടിന് വേണ്ട ഏറ്റവും നല്ല സന്ദേശം അദ്ദേഹത്തിന്റെയാണ്. വിവേകാനന്ദൻ ഇവിടെ വന്നപ്പോ പറഞ്ഞത് നമ്മുടെ നാട് ഭ്രാന്താലയമാണെന്നാ. കേരളം ഇപ്പോഴും മനസ്സിലാകുന്നില്ലല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്ത് മതമാണ് നമുക്ക് ആവശ്യമുള്ളത്? മതങ്ങള് സൃഷ്ടിച്ചതാരാ? മനുഷ്യനാണ്. വയലാറ് പാടി ആ പാട്ട് ഓർത്താൽ മതി, അദ്ദേഹം എഴുതിയ ആ വരികള്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും ദൈവങ്ങളും ചേർന്ന് ഭൂമി പങ്കിട്ടു. അതാ. അപ്പൊ നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മളത് അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനാണ്, സഹോദരിയാണ്, ഒരു ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കാവുന്ന, സയന്റിഫിക് നാമത്തിൽ വിളിക്കാവുന്ന ഒരു മനുഷ്യജീവിയാണെന്ന് മനസ്സിലാക്കിയ ഈ പ്രശ്നമെല്ലാം തീർന്നു. അപ്പോൾ താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്? സംശയങ്ങളൊന്നുമില്ല. ജോർജ് സാർ, ബിനോയ് സാറിനൊരു നന്ദി പറയൂ. PP ജോർജ് സാർ. ജോർജ് സാറിനെ ഞാൻ അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ജോർജ് സാർ റെഡിയാണോ? ജോർജ് സാർ അപ്രത്യക്ഷനായല്ലോ. ഇനി ജോർജ് സാറ് നാട്ടിലല്ല, സാറ് UK-യിലാണ്. ഓ, UK-യിലാണോ ഉള്ളത് സാർ? അല്ലേ? ഓക്കെ. സാർ അവിടെ എന്തോ എനിക്കിടാന്ന് തോന്നുന്നു, അവിടുത്തെ ടൈം. ഓക്കെ. സോ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ബിനോയ് സാർ, വളരെ മനോഹരമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മൈൻഡ് പവറിന്റെ അവസാനം അത് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തി, അല്ലെ? മാൻകൈൻഡിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് വന്നത് ലാൻഡ് ചെയ്തു.
തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇന്ന് വിശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം കൂടുതൽ മനോഹരമാകട്ടെ. ഈ ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കട്ടെ. മൈൻഡ് പവർ 2 മണിക്കൂറിലധികം ചർച്ച നീണ്ടുപോയി സാർ. അതെ അതെ. ഇത്രയും നല്ല ക്ലാസ് ആയതുകൊണ്ട്. ടോമി സാർ ഒരു താങ്ക്സ് പറയൂ വിനോദ് സാർ. ഓക്കെ സാർ, താങ്ക് യു. ഇന്നത്തെ ഈ സായാഹ്നം ജൂലൈ 1-ാം തീയതി ഇത്രയും മനോഹരമായി ഇത്രയും നല്ല അറിവുകൾ ഇത്രയും അധികം ആൾക്കാരിലേക്ക്, സാധാരണ വിങ്സിന്റെ ഫ്ലാറ്റ് ഇത്രയധികം ആൾക്കാരെ കാണാനില്ല. കൂടുതൽ ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഒത്തിരി അറിവുകൾ പകരുന്നതുമായ വളരെ നല്ലൊരു ക്ലാസ് എടുത്തുന്ന വിനോദ് സാറിന് വിങ്സിന്റെ പേരിലും സാബു മാപ്പിളിൽ സാറിന്റെ പേരിലും മറ്റിവിടുത്തെ മുഴുവൻ പ്രേക്ഷകരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. നാളെ വിനോദ് സാറെ ഒത്തിരി സന്തോഷം. പ്രത്യേകം കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ജോർജ് സാറിന് കിട്ടിയ അവസരം ഞാൻ കൈയടക്കി കേട്ടോ. ഞാൻ കയറിയെടുത്തു. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടില്ല. ഇതിനോടൊക്കെ പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓ പിന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം സാറിന്റെ ക്ലാസ് കേൾക്കാൻ ഇട വന്നു. വലിയ സന്തോഷം, വലിയ നിറവോട് കൂടി ഒത്തിരി താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് കഥയിലുമുണ്ടൊരു കാര്യം. മനോഹരമായ കഥകൾ നാളെ കേൾക്കാം. ഇന്ന് വിനോദ് സാറിന് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യെസ്, ബൈ.